ونصحت الأمة وكسفت الغمة وجاهدت في سبيل ربك حق جهاده وعبدت ربك حتى أتاك اليقين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. حتى إذا جاء أحدهم الموت قال رب ارجعون لعلي أعمل صالحا فيما تركت كلا إنها كلمة هو قائلها ومن ورائهم برزخ إلى يوم يبعثون. صدق الله مولانا العلي العظيم. وقال نبينا وحبيبنا ورسولنا وقائدنا وأسوتنا ومحبوبنا محمد صلى الله عليه وسلم فوالله الذي لا إله إلا هو إني رسول الله إليكم خاصة وإلى الناس كافة فوالله لتموتن كما تنامون ولتبعثن كما تستيقظون ولتجزون بالإحسان إحسانا وبالسوء سوءا. صدق رسوله النبي المصطفى الأمين عليه وعلى آله وأهل بيته أفضل الصلوات وأزكى التسليم. كنا كزوج حمامة في أيكة متمتعين بصحة وشباب خلت الزمان بنا وفرق بيننا إن الزمان مفرق الأحباب لكل اجتماع من خليلين فرقة وكل الذي دون الفراق قليل وإن افتقادي فاطما بعد أحمدا دليل على أن لا يدوم خليل وعليك حبي يا رسول الله وعليك حبي يا رسول الله وعليك حبا يا رسول الله من عند ذا العصي صلاة الله معها تحيته سلام الله إجلال قدرك عشقا تفخيما صلوا عليه وسلموا تسليما. പക്ഷികൾ പറവകൾ
മൃഗജാതികൾ പോലും പ്രാണവേദനയില്ലാതടിഞ്ഞു മണ്ണാകുമ്പോൾ നീതിതന നിർവാഹക കോടതി വളപ്പിൽ ചോദിടും മനുഷ്യ നീ ഞാനും ഇന്ന് മണ്ണായെങ്കിൽ നീതിതന നിർവാഹക കോടതി വളപ്പിൽ ചോദിടും മനുഷ്യ നീ ഞാനും ഇന്ന് മണ്ണായെങ്കിൽ. സ്നേഹ ബഹുമാനാദരവുകൾ നിറഞ്ഞ പ്രിയ സഹോദരങ്ങളെ സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇതര സഹോദര സമുദായത്തിൽപ്പെട്ട ആരെങ്കിലും ഈ ശബ്ദം ശ്രവിക്കുന്നുവെങ്കിൽ അവർക്ക് എന്റെ ഇസ്ലാമിക തത്വാധിഷ്ഠിത അഭിവാദനങ്ങൾ. സർവസ്തുതിയും സർവലോക രക്ഷിതാവായ അല്ലാഹുവിനാകുന്നു. അവന്റെ അതുല്യവും അമേയവും അനന്തവുമായ അനുഗ്രഹത്തിന്റെ അനുസ്യൂതമായ പ്രവാഹം അന്ത്യദൂതരായ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലും അവിടുത്തെ അധരമടികളെ അനുധാവനം ചെയ്ത അനുചര വൃന്ദങ്ങളിലും തിരുക്കുടുംബാദികളിലും സാലിഹീങ്ങളിലും സച്ചരിതരിലും സദാവർഷിക്കുമാറാകട്ടെ. സർവലോക സൃഷ്ടാവും സർവലോക പരിപാലകനും സർവസംഹാരകനും സർവാധിപതിയും സർവാധിനാഥനും സർവേശ്വരനും സർവസ്വമായ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശിഷ്യമായി സംഗമത്തിന്റെ പവിത്രതയും പരിശുദ്ധതയും പരിപാവനതയും കൊണ്ട് നമ്മുടെ ഗതകാല ജീവിതത്തിലെ സമസ്ത അപരാധങ്ങളും പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. ശിഷ്ടമുള്ള ജീവിതം പാപങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറി അള്ളാഹുവിനും അവന്റെ പ്രവാചകനും വഴിപ്പെട്ട് ജീവിക്കുവാൻ ആദ്യമായി എന്നോടും ശേഷം നിങ്ങളോടും ഞാൻ വസിയ്യത്ത് ചെയ്യുകയാണ്. കരുണാമയനായ അല്ലാഹു സുബ്ഹാനഹു വ തആല സതുദ്ദേശത്തോടുകൂടിയുള്ള ഈ സത്സംഗമത്തെ അവന്റെ സച്ചരിതരും സതീർത്ഥരും സുഹൃതവാന്മാരുമായ ദാസന്മാരുടെ സംഗമസ്ഥാനമായ സ്വർഗത്തിലെത്തുന്ന സംഗമമായി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ എന്ന ദുആയോടെ നമ്മുടെ മതപ്രഭാഷണ സദസ്സിന്റെ 4-ാം ദിവസമായി ഇന്നലെ നിർത്തിയെടുത്തുനിന്നും വീണ്ടും ഞാൻ എന്റെ വിഷയത്തിലോട്ട് കടക്കുകയാണ്. അൽ ആലമീൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സർവസ്തുതിയും സർവലോക രക്ഷിതാവായ അല്ലാഹുവിനാകുന്നു എന്ന വിഷയത്തിൽ 4-ാമത്തെ ദിവസം നാം ഇന്നലെ പറഞ്ഞു നിർത്തിയത് അൽ ആലമീൻ എന്ന മനുഷ്യ ജീവിതം കടന്നു വരുന്ന 5 ഘട്ടങ്ങളിൽ 3 ഘട്ടം നാം പറഞ്ഞു കഴിഞ്ഞു. ആലമുൽ അർവാഹും ആലമുൽ അർഹാമും ആലമുൽ ദുനിയായും നാം പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് പറയാനുള്ളത് അൽ ആലമീൻ എന്ന വാക്കിലെ ബാക്കിയുള്ള 2 ലോകങ്ങൾ കൂടിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിമിതമായ ബന്ധിതമായ സമയത്തിന്റെ ഉള്ളിൽ കാര്യങ്ങൾ പറയുവാനും കേൾക്കുവാനും അതിലെല്ലാം ഉപരി ജീവിതത്തിൽ അത് പ്രാവർത്തിക തലത്തിൽ അനുഷ്ഠാന തലത്തിൽ സജീവമാക്കി അല്ലാഹു സ്വീകരിക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ 3 ദിവസവും നാം സംസാരിച്ചത് വിശുദ്ധമായ ഖുർആൻ മാത്രമാണ്. ഖുർആനിലെ ആയത്തുകൾ മാത്രമാണ് നമ്മുടെ ഈ വിനീതന്റെ പ്രഭാഷണത്തിന് തെളിവായി നാം ഉദ്ധരിച്ചത്. ഈ ഖുർആനിന്റെ ആയത്തുകളെല്ലാം കേട്ട് ഒരു വിഷയം നാം കേൾക്കുമ്പോൾ, ഖുർആനിന്റെ ആയത്ത് കേൾക്കുമ്പോൾ അള്ളാഹു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അഫബി ഹാദൽ ഹദീസി അന്തും മുദ്ഹിനൂൻ. അഫബി ഹാദൽ ഹദീസി അന്തും മുദ്ഹിനൂൻ. ഈ ഖുർആന്റെ എല്ലാ വാക്യങ്ങളും കേട്ടിട്ടും അന്തും മുദ്ഹിനൂൻ, ശരീരത്തിൽ എണ്ണ തേച്ച അഭ്യാസിയുടെ മെയ്വഴക്കത്തോടെ നിങ്ങൾ ഖുർആനിൽ നിന്ന് വഴുതി മാറുകയാണ്. മുദ്ഹിനൂൻ, നിങ്ങൾ മുദ്ഹിനീങ്ങളാണോ? ദുഹ്ന എന്ന് പറഞ്ഞാൽ എണ്ണ തേച്ച അഭ്യാസി. ശരീരത്തിൽ എണ്ണ തേച്ച് കഴിഞ്ഞാൽ ഒരാളെ പിടിച്ചാൽ പെട്ടെന്ന് വഴുതി പോകും, കയ്യിൽ കിട്ടില്ല. അള്ളാഹു നമ്മളോട് ചോദിക്കുകയാണ്, അഫബി ഹാദൽ ഹദീസി അന്തും മുദ്ഹിനൂൻ. ഈ ഖുർആൻ ഒക്കെ കേട്ടിട്ട് നിങ്ങൾ അതിൽ നിന്നെല്ലാം ഈ എണ്ണ തേച്ചവനെ പോലെ ഇങ്ങനെ ഒഴുകി ഒഴുകി നിങ്ങൾ മാറിപ്പോകുകയാണ്. ഒരിക്കലും അങ്ങനെ ഉണ്ടാവരുത്. ഖുർആൻ കേൾക്കുമ്പോ ശരീരത്തിൽ മെയ്വഴക്കമുള്ള അഭ്യാസിയെ പോലെ ഖുർആനിന്റെ അധ്യാപനങ്ങളിൽ നിന്ന് എങ്ങനെയെങ്കിലും വഴുതി മാറാനല്ല. അതിനപ്പുറം അള്ളാഹു പറഞ്ഞു, ഖുർആൻ കേൾക്കുന്നത് നിങ്ങളുടെ ചെവികളിലാവല്ല. ഖുർആൻ ഇറങ്ങേണ്ടത് എവിടെയാണ്? അള്ളാഹു തന്നെ പറഞ്ഞു, ഖുർആൻ ഇറങ്ങേണ്ടത് നിന്റെ ഹൃദയത്തിലാണ് ഇറങ്ങേണ്ടത്. അലാ ഖൽബിക ലിതകൂന മിനൽ മുൻദിരീൻ. അലാ ഖൽബിക വഇന്നഹു ലതൻസീലു റബ്ബിൽ ആലമീൻ. അല്ലാഹു ഈ ഖുർആനിനെ ഇറക്കിയത് അലാ ഖൽബിക, ഹൃദയത്തിൽ ഇറങ്ങാനാണ്.
കാരണം ഹൃദയത്തിൽ ഇറങ്ങുമ്പോഴാണ് ഏതു നമ്മുടെ ആത്മാവുമായി സംവദിക്കുന്നത്. അള്ളാഹു നാം ഈ പറയുന്ന കാര്യങ്ങൾ മുഴുവനും നമ്മുടെ ഹൃദയത്തിൽ ഇറങ്ങുന്നവരിൽ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകും എന്ന ദുആയോടെ ബാങ്ക് വിളിക്കാൻ സമയമായി. ബാങ്ക് വിളിച്ചിട്ട് തുടങ്ങണവൻ ഇടയ്ക്ക് നടക്കുന്നത്. ഹൃദയത്തിലോട്ട് ഇറങ്ങുകയും ഹൃദയവുമായി സംവദിക്കുകയും ഹൃദയത്തിന് മാറ്റമുണ്ടാവുകയും ചെയ്യുന്ന നല്ല സദസ്സിൽ അല്ലാഹു നമ്മുടെ സദസ്സിനെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന ദുആയോടെ നിങ്ങളുടെ എല്ലാവരെയും അനുമതിയോടെ ഞാൻ എൻ്റെ വിഷയത്തിലോട്ട് കടക്കുന്നു. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ആദ്യം നിങ്ങളോട് പറയാനുള്ളത്, അക്രമം എന്നതിന് അറബി ഭാഷയിലെ ളുൽമ എന്ന് പറയും. ളുൽമിന്റെ നിർവചനം വളഉ ശൈഇ ഫീ ഗൈരി മഹല്ലിഹി എന്നാണ്. ഒരു സാധനത്തെ അതിന്റെ അസ്ഥാനത്ത് വെക്കുക. സ്ഥാനത്ത് മാത്രമാണ് പ്രയോഗിക്കപ്പെടേണ്ടത്. ഇവിടെ ഒരു ളുൽമ നമ്മൾ ചെയ്യാൻ പാടില്ല. കാരണം നമ്മുടെ സദസ്സ് വളരെ വലുതാണ്, കസേര പരിമിതമാണ്. ആളുകൾ പള്ളിക്കകത്തും മതിൽക്കെട്ടിലും ഒക്കെയാണ് ഇരിക്കുന്നത്. അങ്ങനെ ആളുകൾ ഇരിക്കാൻ സൗകര്യമില്ലാതെ നിൽക്കുമ്പോൾ നമ്മളായിട്ട് ഒരു ഇടയുണ്ടാക്കാൻ പാടില്ല. ഒരു കസേര പോലെ നമ്മുടെ ഇടയിൽ ഒഴിവായി കിടക്കാൻ പാടില്ല. മുമ്പിലിരിക്കുന്ന ആളുകളുടെ ഇടയിൽ ഒരു കസേര ഒഴിവായി കിടന്നാൽ പുറകിൽ ആരും കയറി ഒന്നും അവിടെ ഇരിക്കില്ല. അതുകൊണ്ട് ഓരോരുത്തരും അവരവരുടെ അടുക്കലിരിക്കുന്ന കസേര ഒഴിവാക്കാതെ നിറഞ്ഞിരിക്കും. ഇടയിൽ നമ്മുടെ ഇടയിൽ ഒരു കസേര ഒഴിവായി കിടക്കുന്ന ആ കസേരയിലോട്ട് കയറിയിരുന്നോളൂ. ഇനി 2 കസേര ഫ്രണ്ടിൽ ഇരിപ്പുണ്ട്. സാധാരണ കല്യാണ വീട്ടിൽ പുതിയാപ്പിളയ്ക്ക് പുതിയ പെണ്ണിന് ഇരിക്കാനാണ് ഫ്രണ്ടിൽ 2 കസേര. അങ്ങോട്ടും കൂടെ കയറി ഇരുന്നോളൂ എല്ലാവരും. കാരണം കസേര പരിമിതമാണ്. ഉള്ള കസേരയിലൊക്കെയാണ് ആളുകൾ ഇരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുസരണയുള്ളവരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ബാങ്ക് വിളിക്കാറായോ? 5 മിനിറ്റ്. ശരി. നിങ്ങളുടെ എല്ലാവരുടെയും അനുമതിയോടെ ഞാൻ എൻ്റെ വിഷയത്തിലോട്ട് കിടക്കും. ഒരിക്കൽ ഒരു മാതാവ് ജീവിതത്തിൽ വളരെയേറെ സ്നേഹിച്ചു വളർത്തിയ അവരുടെ കുഞ്ഞു മകൻ മരണപ്പെട്ടു. തൻ്റെ മകൻ മരണപ്പെട്ടത് വിശ്വസിക്കാൻ കഴിയാതെ പ്രിയ മകന്റെ മൃതദേഹവും കയ്യിലെടുത്ത് ആ മാതാവ് നാട് മുഴുവനും ചുറ്റി നടക്കാൻ തുടങ്ങി. ആ സമയത്താണ് ആ നാട്ടിൽ വളരെയേറെ ദിവ്യശക്തിയുണ്ട് എന്ന് ആളുകൾ മുഴുവനും പറഞ്ഞു പ്രചരിച്ച ഒരു മഹാനായ മനുഷ്യൻ അവിടെ എത്തിയതായി മാതാവ് അറിയാനിടയായി.
اللهم رب هذه الدعوة التامة صلاة القائمات محمد الوسيلة والفضيلة ودرجة الرفيعة وبعثه مقام محمودا الذي وعدته وارزقنا شفاعته يوم القيامة إنك لا تخلف الميعاد. മകൻ മരണപ്പെട്ടു പോയ മാതാവ് നാട്ടിലെ ദിവ്യനായ ആ പുരുഷന്റെ അടുക്കൽ വന്ന് പറഞ്ഞു, മഹാത്മാവേ, നിങ്ങൾ ധാരാളം അത്ഭുതകരമായ കാര്യങ്ങൾ കാണിക്കുമെന്ന് ഞാൻ അറിഞ്ഞു. നിങ്ങൾക്ക് കഴിയുമെങ്കിൽ മരണപ്പെട്ടു പോയ എൻ്റെ ഈ കുഞ്ഞിനെ ഒന്ന് തിരിച്ചു തരിക, അവന്റെ ജീവിതം എനിക്കൊന്ന് തിരിച്ചു തരിക. ആ മനുഷ്യൻ പറഞ്ഞു, അത്രേ, നിന്റെ കുഞ്ഞിന് ഞാൻ ജീവൻ തിരിച്ചു തരാം, പക്ഷേ അതിനൊരു മരുന്ന് വേണം. മരണപ്പെട്ടു പോയ ആളെ ജീവിതത്തിലോട്ട് തിരിച്ചു കൊണ്ടുവരാൻ സാധ്യമാണ്, പക്ഷെ അതിനൊരു മരുന്ന് വേണം. ആ മരുന്ന് മറ്റൊന്നുമല്ല, കുറച്ച് കടുകുമണികൾ കൊണ്ടുവരണം. ആ സ്ത്രീക്ക് വലിയ സന്തോഷമായി. കുറച്ച് കടുകുമണികൾ കൊണ്ടുവന്നാൽ തന്റെ കുഞ്ഞിന്റെ ജീവൻ തിരിച്ചു കിട്ടുമല്ലോ. അയാൾ പറഞ്ഞു, പക്ഷേ നീ കടുകുമണി കൊണ്ടുവരുന്നത് ഇതേവരെ ഒരു മരണം പോലും നടന്നിട്ടില്ലാത്ത കുടുംബത്തിൽ നിന്നായിരിക്കും. ഈ നാട് മുഴുവനും എല്ലാ വീട്ടിലും നീ കയറി ഇറങ്ങുക. ഏതെങ്കിലും ഒരു വീട്ടിൽ മരണം ഇതേവരെ നടന്നില്ലാത്ത ഒരു വീട്ടിൽ നിന്നൊരൽപ്പം കടുകുമണി നീ കൊണ്ടുവന്നാൽ അത് വെച്ച് നിന്റെ കുഞ്ഞിന്റെ ജീവിതം ഞാൻ തിരിച്ചു തരാം. ആ സ്ത്രീ ആഗ്രഹത്തോടെ, അഭിവാഞ്ചയോടെ, അഭിലാഷത്തോടെ തന്റെ മകന്റെ ജീവിതം തിരിച്ചു കിട്ടാൻ അതുവഴിയുള്ള എല്ലാ വീടുകളും കയറി ഇറങ്ങി നടന്നു. എല്ലാ വീട്ടിലും കടുകുണ്ട്, പക്ഷെ എല്ലാ വീട്ടിലും മരണം നടക്കാത്ത ഒരു വീട് പോലും ആ ഗ്രാമത്തിൽ കണ്ടെത്താൻ അവർക്ക് കഴിഞ്ഞില്ല. നിരാശയായവർ ആ മഹാത്മാവിന്റെ അടുക്കൽ പറഞ്ഞു, അത്രേ, കടുകുമണികളുണ്ട്, പക്ഷേ മരണമില്ലാത്ത വീട് ഈ ഗ്രാമത്തിൽ ഒരിടത്തും എനിക്ക് കണ്ടുമുട്ടാൻ കഴിഞ്ഞില്ല എന്നവർ മറുപടി പറഞ്ഞു. അത്രേ, ആ മഹാനായ മനുഷ്യൻ പറഞ്ഞു, അതെ, ലോകത്ത് ജനിച്ച ഏതൊരു മനുഷ്യനും മരിക്കും. മരിക്കാത്ത ഒരു കുടുംബമോ ഒരു വീടോ ഒരു ഗ്രാമമോ ആരും മരിക്കാത്ത ഒരു നാട് നമുക്ക് കാണാൻ കഴിയില്ല. മരണം ഒരു സത്യമാണ്. അതുമായി പൊരുത്തപ്പെടാനല്ലാതെ അതിനെതിരെ പുറംതിരിഞ്ഞു നിൽക്കാൻ മനുഷ്യനായി ജനിച്ച ആർക്കും കഴിയില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അത്രേ, കലൂരുള്ള എല്ലാ വീടുകളും കയറി ഇറങ്ങി ചോദിക്കുക, ആരെങ്കിലും മരിച്ചിട്ടില്ലാത്ത, മരണം നടന്നിട്ടില്ലാത്ത ഏതെങ്കിലും ഒരു കുടുംബം നമുക്ക് കാണിച്ചു തരാൻ കഴിയുമോ? മനുഷ്യ ജീവിതത്തിൽ ഏറ്റവും വലിയ സത്യമാണ് മരണം. ജനനത്തെ തടഞ്ഞു നിർത്താൻ മനുഷ്യന് കഴിയുമായിരിക്കാം, പക്ഷെ മരണത്തെ തടുത്തു നിർത്താൻ ഇതേവരെ ലോകത്താർക്കും കഴിഞ്ഞിട്ടില്ല എന്നതാണ് മരണമെന്ന മഹാസത്യത്തെ ഒരു സത്യമായി തന്നെ അംഗീകരിക്കാൻ മനുഷ്യൻ തീരുമാനിച്ചത്. ഒന്ന് ആലോചിച്ചു നോക്കുക, മരണമില്ലാത്ത ഒരു നാടിനെ കുറിച്ച് ആലോചിച്ചു നോക്കുക. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ ഇതേവരെയുള്ള മുഴുവൻ മനുഷ്യ ജന്മങ്ങളും ഭൂമിയിൽ തിങ്ങി നിറഞ്ഞു നിന്ന മരണമില്ലാത്ത ഒരു കാലത്തെ കുറിച്ച് ആലോചിച്ചു നോക്കുക. പണ്ടൊക്കെ മലയാള പുസ്തകത്തിലുണ്ട്, മുത്തച്ഛൻ മുതുക്കന്റെ മുത്തച്ഛൻ ഇരിക്കുന്നു എന്ന് പറയുന്നത്, കാലനില്ലാത്ത കാലം എന്നൊരു പദ്യം തന്നെ പണ്ട് മലയാള പുസ്തകത്തിൽ പഠിച്ചിട്ടുണ്ട്. കാലൻ ഈ ലോകത്തേക്ക് വരാതിരുന്നാൽ, മരണദൂതൻ വരാതിരുന്നാൽ, മനുഷ്യൻ മരിക്കാതിരുന്നാൽ ഈ ലോകം എത്രയോ മനുഷ്യവാസം കൊണ്ട് നിബിഡമാകുമായിരുന്നു. ആരെയൊക്കെ നമുക്ക് കാണാൻ കഴിയുമായിരുന്നു. മനുഷ്യ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട മഹാസത്യമാണ് മരണം. നമുക്കെല്ലാവർക്കും അറിയാം, നാം എല്ലാവരും ഒരു ദിവസം മരിക്കും. പക്ഷേ മരിക്കും എന്നറിഞ്ഞിട്ടും മരിക്കില്ല എന്ന് ആശ്വസിക്കുന്നവരാണ് നാം എല്ലാവരും. നമുക്കെല്ലാവർക്കും അറിയാം, ഞാൻ നിങ്ങളൊക്കെ ഒരു ദിവസം മരിക്കും. ആ സത്യം അറിയാവുന്നിട്ട് നമ്മൾ വിചാരിക്കും, ഞാൻ മരിക്കൂ, ഉടനെ ഞാൻ മരിക്കൂ. മരിക്കും എന്നറിഞ്ഞിട്ടും മരിക്കില്ല എന്ന് ആശ്വസിക്കുന്ന ആളുകളാണ് നാം. നമുക്ക് പറയാനുള്ളത് നാലാമത്തെ ലോകമാണ്. നാലാമത്തെ ലോകം മരണത്തോടു കൂടിയുള്ള ലോകമാണ്. മരണത്തോടു കൂടിയാണത് തുടങ്ങുക. ഇന്നലെ ഞാൻ പറഞ്ഞു, ലോകാവസാനം വരെ ഇന്നലെ പറഞ്ഞു. ഏത് സമയത്താണെങ്കിലും, എങ്ങനെയൊന്നാണെങ്കിലും, ആരൊക്കെയാണെങ്കിലും മരണമെന്ന് പറയുന്ന മഹാസത്യത്തിന് കീഴ്പ്പെട്ടേ പറ്റൂ. അത് എത്രയേറെ വൈദഗ്ധ്യമുള്ളവരാണെങ്കിൽ ലോകത്ത് കടന്നു വന്ന എല്ലാവിധ സർവാധിപതികളും ഏകാധിപതികളും സ്വച്ഛാധിപതികളുമടക്കമുള്ള ലോകം മുഴുവനും തങ്ങളുടെ ചൂണ്ടുവിരൽ കൊണ്ട് നിയന്ത്രിക്കാമെന്ന് ജൽപ്പനം പുറപ്പെടുവിച്ച, ലോകത്തെ മുഴുവനും അടക്കി ഭരിച്ച ലോക ചക്രവർത്തിമാര് പോലും മരണമെന്ന് പറയുന്ന മഹാസത്യത്തിന്റെ മുമ്പിൽ തലകുനിച്ചു നിന്നവരാണെങ്കിൽ, ലോകത്തെ മുഴുവനും കീഴടക്കിയിട്ട് തല നിവർത്തി വെച്ച ലോകത്തിന്റെ വിജുകേഷുകളായ ചരിത്രപതികളെ നാം കേട്ടിട്ടുണ്ട്. പക്ഷേ അവരെല്ലാവരും തലകുനിച്ചു പോയ, എല്ലാവരെയും തങ്ങളുടെ മുമ്പിൽ തലകുനിപ്പിച്ചവർ പോലും തലകുനിച്ചു പോയത് മരണമെന്ന് പറയുന്ന മഹാസത്യത്തിന്റെ മുമ്പിലാണ്.
ഏത് സമയത്താണോ മരണം അള്ളാഹു തീരുമാനിച്ചിരിക്കുന്നത്, ഒരു മനുഷ്യൻ എത്ര ആയുസാണോ അള്ളാഹു തീരുമാനിച്ചിരിക്കുന്നത്, അള്ളാഹുവിന്റെ തീരുമാനം എത്തിക്കഴിഞ്ഞാൽ ഈ ഭൂലോകത്ത് നിന്ന് നാം വിട പറഞ്ഞേ പറ്റൂ. സത്യമാണിത്. ബഹുമാനപ്പെട്ട റൂഹുല്ലാഹി ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു ദിവസം കാട്ടിലൂടെ നടന്നു പോവുകയാണ്. ആ സമയത്ത് കുറെ കൊച്ചുകുട്ടികൾ ഒരു കുരുവിയെ പിടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. കുരുവിയാണെങ്കിലോ കുട്ടികളുടെ വലയിൽപ്പെടാതെ വല കൊണ്ട് കുട്ടികൾ കുരുവിയെ പിടിക്കാൻ ശ്രമിക്കുകയാണ്. കുരുവിയാണെങ്കിലോ കുട്ടികളുടെ വലയിൽ പെടാതെ മരച്ചില്ലകളിൽ നിന്ന് മരച്ചില്ലകളിലേക്ക് പാറി പാറി കടന്നു പോകുന്നു. ആ സമയത്ത് അതിലെ കടന്നുപോയ ഈസാ നബിയോട് കുരുവി പറഞ്ഞു അത്ര, ഈസാ നബിയെ, ഈ കൊച്ചുകുട്ടികൾ എന്നെ വലയെറിഞ്ഞ് പിടിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. പക്ഷേ നിങ്ങൾക്കറിയാമല്ലോ, ലോകത്തിലെ ഏറ്റവും വലിയ കാഴ്ച ശക്തിയുള്ള ലെൻസാണ് എന്റെ കണ്ണിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിരിക്കുന്നത്. കുരുവി എന്ന് പറയുന്ന കൈവെള്ളയിൽ പോലും ഒതുങ്ങാൻ പാകതയുള്ള കുരുവിയുടെ കണ്ണിന്റെ ലെൻസ് വല്ലാത്ത പവറുള്ള ലെൻസാ. ആകാശത്തിന്റെ മുകൾ ഭാഗത്തുകൂടി പറന്നു പോകുമ്പോ കിലോമീറ്ററുകൾ താഴെ കടന്നുകൊണ്ട് ഭൂമിയിൽ ഏതെങ്കിലും ഒരു തെങ്ങുമരത്തിന്റെ ചുവട്ടിലെ കരിയലയുടെ അടിയിൽ കടന്ന് ഞുളയുന്ന പുഴുവിനെ പോലും ആകാശത്തിന്റെ മുകളിൽ നിന്ന് കാണാൻ കഴിയുന്ന വല്ലാത്ത പവറുള്ള ലെൻസാണ് കുരുവിയുടെ കണ്ണിന്റെ ലെൻസ്. ആ കുരുവി പറഞ്ഞ്, ഇത്രത്തോളം കാഴ്ചശക്തിയുള്ള എന്നെയാ ഈ കൊച്ചുകുട്ടികൾ വലയെറിഞ്ഞ് പിടിക്കാൻ വേണ്ടി ശ്രമിക്കുക, കഴിയില്ല ഈസാ നബിയെ എന്ന് കുരുവി ഈസാ നബിയോട് പറഞ്ഞു അത്രേ. ഇത് കേട്ട ഈസാ നബി മെല്ലെ ചിരിച്ചുകൊണ്ട് യാത്ര പോയി. കുറെ കഴിഞ്ഞ് വൈകുന്നേരമായപ്പോൾ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ നമ്മുടെ പാവം കുരുവി കുട്ടികളുടെ വലയിൽ കെട്ടിട്ട് ചിറകിട്ടടിക്കുകയാ. നേരത്തെ വീരവാദം പറഞ്ഞ കുരുവി വലയിൽ പെട്ടിട്ട് കിടന്നങ്ങ് അടിക്കുകയാണ് ചിറകിട്ട്. ആ സമയത്ത് ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മരണവെപ്രാളം എടുത്ത് വലയിൽ കുടുങ്ങിക്കിടക്കുന്ന കുരുവിയോട് ചോദിച്ചു അത്ര, കുരുവി, നേരത്തെ രാവിലെ നീയല്ലേ എന്നോട് വീരവാദം പറഞ്ഞ, നിന്റെ കണ്ണിന് വല്ലാത്ത പവറാ, നിന്നെ ആർക്കും കൊടുക്കാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ട് നീ ഇപ്പൊ ഈ കുട്ടികളുടെ വലയിൽ പെട്ട് കിടക്കുന്നത് എന്താ? ആ സമയത്ത് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് കുരുവി പറഞ്ഞ വാക്ക് 4ാമത്തെ ലോകത്തിന്റെ തുടക്കത്തിൽ ഞാൻ സമർപ്പിക്കുകയാ. കുരുവി ഈസാ നബിയോട് പറഞ്ഞു അത്ര, ഈസാ നബിയെ, കണ്ണിന് എത്ര പവർ ഉണ്ടായിട്ട് കാര്യമെന്താ? ഇദാ നസ്സലൽ ഖലാഉ ഫഅമിയൽ ബസറു. എത്ര കാഴ്ചയുടെ പവറുള്ള കണ്ണാണെങ്കിലും ഇദാ നസ്സലൽ ഖലാഉ ഫഅമിയൽ ബസറു, അള്ളാഹുവിന്റെ തീരുമാനം വന്നു കഴിഞ്ഞാൽ ഇദാ നസലൽ ഖലാഉ, എന്റെ ആയുസ് തീർന്നു എന്ന അള്ളാഹുവിന്റെ തീരുമാനം വന്നു കഴിഞ്ഞാൽ ഫഅമിയൽ ബസറു, കണ്ണറിയാതെ അടഞ്ഞു പോകും ഈസാ നബിയെ. അള്ളാഹുവിന്റെ ആയുസിന്റെ പരിമിതി തീർന്നു കഴിഞ്ഞാൽ, അള്ളാഹു നിശ്ചയിച്ച ആയുസിന്റെ കണക്ക് പുസ്തകത്തിന്റെ ആയുർരേഖയുടെ പരിസമാപ്തി കുറിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഫഅമിയൽ ബസറു, അറിയാതെ കണ്ണുകൾ അടഞ്ഞു പോകും ഈസാ നബിയെ എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധനായ പ്രവാചകനോട് ആ കുരുവി പറഞ്ഞു കൊടുത്തതായി ചരിത്രരേഖകളിൽ കാണുമ്പോ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ തുറന്നു പിടിച്ചിരിക്കുന്ന കണ്ണുകൾ ഒരു ദിവസം തിരുമ്മി അടയ്ക്കപ്പെടും. അതിനാണ് മരണമെന്ന് പറയുക. അള്ളാന്റെ തീരുമാനം വന്നാൽ ഈ കണ്ണടയും. ഇപ്പൊ എല്ലാവരും കണ്ണ് തുറന്നിരിക്കുക. നിങ്ങൾക്ക് എന്നെ കാണാം, എനിക്ക് നിങ്ങളെ കാണാം. പക്ഷേ ഇതൊരു ദിവസം അടയും. അടഞ്ഞ കണ്ണിനെ തിരുമ്മി അടയ്ക്കും. മരണമെന്ന് പറഞ്ഞാൽ ഉയർത്തിവെച്ചിരിക്കുന്ന ഈ കൺപോളകൾ അത് താഴോട്ടൊന്ന് അമരുക. ഇതിനാണ് മരണമെന്ന് പറയുന്നതെങ്കിൽ അത് എത്രയേറെ സാമർത്ഥ്യമുള്ളവരാണെങ്കിലും അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ കുല്ലൽ മൗതല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും സുമ്മ തുറദ്ദൂന ഇലാ ആലിമിൽ ഗൈബി വസ്സഹാദ ഫയുനബ്ബിഉകും ബിമാ കുന്തും തഅമലൂൻ. കുല്ലോ നബിയെ, താങ്കൾ പറഞ്ഞു കൊടുക്കുക, ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു, ഒരിക്കലും തങ്ങളെ പിടികൂടരുതെന്ന ആഗ്രഹത്തോടെ നിങ്ങൾ വിരണ്ടോടുന്ന മരണമുണ്ടല്ലോ, ആ മരണം ഫഇന്നഹു മുലാഖീ, തീർച്ചാ മരണം നിങ്ങളെ പിടികൂടുന്ന ദിവസം വരിക തന്നെ ചെയ്യും. ഐനമാ തകൂനൂ യുദ്രികുമുൽ മൗതു വലൗ കുന്തും ഫീ ബുറൂജിൻ മുശയ്യദാ. അല്ലാഹു പറയുന്നു, എത്ര വലിയ കോട്ട കൊത്തളങ്ങളിൽ പോയി ഒളിച്ചിരുന്നാലും മരണം നിങ്ങളെ പിടികൂടുക തന്നെ ചെയ്യുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ.
തുടങ്ങി വന്ന ജീവിതത്തിനൊരവസാനമുണ്ട്. എത്ര വലിയ സമർത്ഥരാണെങ്കിലും എത്ര വലിയ പ്രസിദ്ധരാണെങ്കിലും മരണമെന്ന മഹാസത്യത്തിലോട്ട് തിരിച്ചു പോകുമ്പോ പ്രസിദ്ധനായ സീസറും സമർത്ഥനായ ഹോമറും സമത്വമറ്റ സോളമന് തുടങ്ങിയുള്ള വിജ്ഞരും അമർന്നുപോയി. കാലചക്ര വിഭ്രമത്തിൽ എന്തിനീ നമുക്ക് ശങ്ക, മാറ്റമൊന്നുമില്ലതിൽ. സോളമനും കടന്നുപോയി, സീസറും കടന്നുപോയി. ലോകം മുഴുവനും അടക്കി ഭരിച്ച ഏകാധിപതികളും സർവാധിപതികളും സ്വേച്ഛാധിപതികളും കാലത്തിന്റെ യവനികക്കുള്ളിലേക്ക് തിരിച്ചു പോയപ്പോ മരണമെന്ന് ക്ഷണിക്കപ്പെടാത്ത അതിഥി ഒരു ദിവസം നിന്റെ വീട്ടിലോട്ട് കടന്നു വരുമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു യഥാർത്ഥ സത്യവിശ്വാസി സൂറത്തുൽ ഫാത്തിഹയുടെ ആദ്യത്തെ ആയത്ത് പറയുമ്പോ അൽഹംദുലില്ലാഹ്, അല്ലാഹുവേ സർവസ്തുതിയും നിനക്കാണ് തമ്പുരാനെ. റബ്ബിൽ ആലമീൻ, സർവ്വലോകങ്ങളുടെയും സംരക്ഷകൻ നീയാണ് തമ്പുരാനെ. അല്ലാഹുവേ ആലമുൽ അർവാഹിൽ ഞങ്ങളെ സംരക്ഷിച്ചത് നീയാണ്. അലമുൽ അർഹാം എന്ന് പറയുന്ന 9 മാസവും 10 ദിവസവും മാത്രം ആയുസ് നൽകിയ അല്ലാഹുവേ ആലമുൽ അർഹാം എന്ന ഗർഭലോകത്തും നീയാണ് ഞങ്ങളെ പരിപാലിച്ചത്. 60-70 വർഷം മാത്രം നീണ്ടു നിൽക്കുന്ന ആലമുദ്ദുനിയായിലും നീയാണ് ഞങ്ങളുടെ പരിപാലകൻ. അല്ലാഹുവേ ഇനി ഞങ്ങൾ പോവുകയാണ് അടുത്ത ലോകത്തേക്ക്. അടുത്ത ലോകം ഏതാണെന്നറിയുമോ സഹോദരങ്ങളെ? ആലമുൽ അർവാഹിൽ നിന്ന് തുടങ്ങിയ മനുഷ്യന്റെ യാത്ര, ആ യാത്ര പോയി അവസാനിക്കുന്നത് അവസാനത്തിന് തൊട്ടു മുമ്പുള്ള ലോകം ഈ മണ്ണറയാണ്. ഉമ്മാടെ ഗർഭാശയത്തിൽ നിന്നിറങ്ങിയപ്പോൾ നീ തുടങ്ങിയ യാത്ര, ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ, നമ്മളൊരു യാത്ര തുടങ്ങുകയാണ്. അനന്തമീ യാത്ര, സബലമീ യാത്ര. ഈ യാത്ര തുടങ്ങുകയാണ്. ഉമ്മാന്റെ ഗർഭാശയത്തിൽ നിന്ന് തുടങ്ങിയ നിന്റെ യാത്ര, ആ യാത്ര വീണ്ടും തുടരുകയാണ്. ഗർഭാശയം വീട്ടതു മുതൽ സഫറാണേ, അടുത്തുള്ള ക്യാമ്പും സോദര കബറാണേ. കബറെന്ന് പറയുന്ന മഹ്ശറയുടെ മുൻഭാഗത്ത് അല്ലാഹു വെച്ചിരിക്കുന്ന ബർസഖിലേക്ക്, ആലമുൽ ബർസഖിലേക്ക് നാം പോവുകയാണ്. അൽ-ആലമീൻ എന്ന് പറഞ്ഞാൽ 4ാമത്തെ ലോകമാണ് ആലമുൽ ബർസഖ്. ആലമുൽ ബർസഖ് ഖുർആൻ. അടുത്ത ലോകം, 4ാമത്തെ ലോകം ആലമുൽ ബർസഖാണ്. ഇത് ഖുർആൻ ഇട്ട പേരാണ്, ഞാൻ ഇട്ട പേരല്ല. ഞാൻ ഇന്നലെ പറഞ്ഞു, ഓരോ ഘട്ടം കഴിയുമ്പോഴും ആയുസ് കൂടി വരും. ആലമുൽ അർവാഹില് കരാർ ഉടമ്പടി സ്വീകരിച്ച 10 മിനിറ്റ്. ഉമ്മാന്റെ ഗർഭാശയം എന്ന് പറഞ്ഞ 2ാമത്തെ ലോകത്ത് ആലമുൽ അർഹാമിൽ വന്നപ്പോൾ ഇത്രയും കൂടെ കൂടി 9 മാസവും 10 ദിവസവും. അവിടെ നിന്ന് വെളിയിൽ വന്നപ്പോ 3ാമത്തെ ലോകത്ത് കൂടി തന്നു. അഅ്മാറു ഉമ്മത്തി മാ ബൈന 60 ഔ 70, 60-നോ 70-നോ ഇടയിൽ. അപ്പൊ ഈ ഭൂമിയിൽ 60-ഓ 70-ന്റെ ഇടയിലാണ്. ഇനി അടുത്ത ലോകത്ത് എത്ര ആയുസ്? എത്ര വർഷമാ? ഖബറി എത്ര വർഷം കിടക്കണം? എന്റെ സഹോദരങ്ങൾ, ഇത്രയും പ്രവിശാലമായ ഭൂമി അള്ളാഹു വിശാലമായി വിരിച്ചിട്ട് പറഞ്ഞു, നീ 60-ഓ 70-ഓ വർഷം കിടന്നോ കാണാം, വിശാലമാണ് ഭൂമി. പക്ഷെ 6 അടി മാത്രമുള്ള ഖബറിൽ എത്ര ദിവസം കിടക്കണം? ഖബറിലെ ആയുസ് എത്രയാ? ഖുർആൻ ومن ورائهم برزخ إلى يوم يبعثون. ومن ورائهم മനുഷ്യർക്ക് പുറകെ വരാനുണ്ട് ബർസഖുൻ, ബർസഖിയായ ജീവിതം വരാനുണ്ട്. ആലമുൽ ബർസഖ് വരാനുണ്ട്. ഖബറിൽ അടക്കപ്പെട്ടത് മുതൽ 6 അടി മണ്ണിൽ അവൻ എത്ര നാൾ കിടക്കണമെന്നറിയുമോ? അറിയില്ല. ഇലാ യൗമി യുബ്അസൂൻ. ഇസ്രാഫീൽ സൂറന്ന കാഹളത്തിൽ 2ാമത് ഊതുന്നത് വരെ, പരലോകത്തേക്ക് നിന്നെ എഴുന്നേൽപ്പിക്കുന്നത് വരെ നീണ്ട കാലവർഷത്തോളം നീ എവിടെ കിടക്കണമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു പറയുകയാണ്, നീ കിടക്കണം. ഏതുവരെ? ഇസ്രാഫീൽ സൂറന്ന കാഹളത്തിൽ 2ാമത് ഊതുന്നത് വരെ കിടക്കണം. ആകെ 6 അടിയുണ്ട്. ആ ഇടുങ്ങിയ ഖബറിൽ വർഷങ്ങളോളം, യുഗാന്തരങ്ങളോളം കിടക്കണം. അല്ലാഹു നമ്മുടെ ആലമുൽ ബർസഖ് അല്ലാഹു വിശാലമാക്കി തരട്ടെ. ഖബറിൽ 3 അനുഭവമുണ്ട്. 4ാമത്തെ ജീവിതത്തിൽ 3 അനുഭവമുണ്ട്. ഇൻഷാ അല്ലാഹ് അതാണ് ഇന്ന് പറയുന്നത്. 3 അനുഭവം ഖബറിൽ. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. ഇന്ന് നമ്മുടെ വിഷയം 3 കാര്യമാണ്. നാളെ ഇൻഷാ അല്ലാഹ് ആലമുൽ മഹ്ശർ, 5ാമത്തെ ലോകം, ഏറ്റവും അവസാനത്തെ ലോകം. 3 അനുഭവം ഏതൊക്കെയാണ്? മരണം എന്ന് പറഞ്ഞാൽ എന്താ?
മരണമെന്ന് പറഞ്ഞാൽ എന്താ? മരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതേവരെ കണ്ടിട്ടില്ലാത്ത ഒരു സത്യം കാണാൻ ആഗ്രഹിക്കുന്നതിന് മുമ്പേ ശരീരത്തിൽ നിന്ന് വിട പറഞ്ഞു പോകുന്ന, ആരും അറിയാതെ നമ്മുടെ ശരീരത്തിൽ കയറി വന്ന ഒരു അതിഥി, ആരോടും പറയാതെ യാത്ര ചോദിക്കാതെ വിട പറഞ്ഞു പോകുന്ന ഒരു മഹാസംഭവമാണ് മരണം. ആ അതിഥി എന്ന് വന്നതാണ് ഉമ്മാന്റെ ഗർഭാശയത്തിൽ 4 മാസം പ്രായമുള്ളപ്പോൾ നമ്മുടെ ശരീരത്തിൽ വന്നു കയറിയ ഒരു അതിഥി. അതിനെ ഇതേവരെ നമ്മൾ ആരും കണ്ടിട്ടില്ല. ആ അതിഥി ഏറ്റവും അവസാനം നമ്മൾ ആരും കാണാതെ നമ്മുടെ കൂടെ നടന്ന, നാം എവിടെയുണ്ടായിരുന്നു അവിടെയൊക്കെ കൂടെ നടന്ന, നമ്മുടെ ജീവിതത്തിന്റെ ഉറക്കത്തിലും ഉണർവിലും ചേഷ്ടകളിലും നിശ്ചേഷ്ടകളിലും അടക്കങ്ങളിലും മനക്കങ്ങളിലും സന്തോഷങ്ങളിലും സന്താപങ്ങളിലും വൈക്ലഭ്യങ്ങളിലും വൈഷമ്യങ്ങളിലും വ്യതകളിലും ശ്രദ്ധകളിലും ജീവിതത്തിന്റെ എല്ലാ സമയത്തും നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ നമ്മോട് പറയാതെ വിട പറഞ്ഞു പോകുന്ന മഹാസംഭവത്തിനാണ് മരണമെന്ന് പറയുക. ആരായിരുന്നു അതിഥി? റൂഹ്. റൂഹ് എപ്പോഴാണ് നമ്മുടെ ശരീരത്തിൽ വരുന്നത്? ഇന്നലെ ഞാൻ പറഞ്ഞു. എപ്പോഴാണ് പറയും? 120 ദിവസം അല്ലേ? 4-ാം മാസം. അങ്ങനെ ആവട്ടെ, 120 ദിവസം. ശരി, അദ്ദേഹം പറഞ്ഞാണ് ശരി. കാരണം ഖുർആനെ സംബന്ധിച്ചോളം ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ്, മാസമല്ല. മാസം എന്ന് പറയുന്ന പദം ഖുർആനിൽ ആകെ 7 പ്രാവശ്യമാണ് പറഞ്ഞിരിക്കുന്നത്. ദിവസം എന്ന് പറയുന്ന പദം ഖുർആനിൽ 314 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ദിവസമാണ് വലുത് അല്ലേ? അപ്പൊ 120 ദിവസം. മാമ പറഞ്ഞ സദക്ത ബരിർത്ത. അഹ്സനല്ലാഹു കലാമക. 4-ാം മാസത്തിൽ വരുന്ന അതിഥി, ആ അതിഥി വിട പറഞ്ഞു പോകുന്ന ദിവസം. ആ ദിവസത്തിനാണ് 4-ാമത്തെ മാസത്തിൽ ഉമ്മാന്റെ ഗർഭാശയത്തിൽ കിടക്കുമ്പോ അള്ളാഹു പറഞ്ഞു വിട്ട മാലാഖ നമ്മുടെ ശരീരത്തിലേക്ക് റൂഹിനെ ഓതുമ്പോ ഉമ്മാന്റെ ഗർഭാശയത്തിൽ 120-ാമത്തെ ദിവസം എന്റെ ശരീരത്തിന്റെ എവിടെയോ ഒരു ഭാഗത്ത്, അതെവിടെയാണെന്ന് എനിക്കറിയില്ല. അത് വന്നപ്പോൾ അതെന്റെ കയ്യിലാണോ ഇരുന്നത് എനിക്കറിയില്ല, അതെന്റെ കാലിലാണോ എനിക്കറിയില്ല. എന്റെ കണ്ണുകളിൽ എവിടെയോ, എന്റെ തലച്ചോറിന്റെ ഇടയിലോ, എന്റെ ഹൃദയത്തിന്റെ മറുഭാഗത്തോ 350 ഗ്രാം തൂക്കമുള്ള കൈയുടെ മുട്ടിയുടെ ആകൃതിയുള്ള വലതുഭാഗത്തിടത്തോട്ട് ചെരിഞ്ഞിരിക്കുന്ന എന്റെ ഹൃദയം എന്ന് പറയുന്ന ആ ഹൃദയഭിത്തിയുടെ ഉള്ളിലാണോ, അതല്ല ആരും കാണാത്ത എവിടെയാണ് എന്റെ റൂഹ് കടന്നിരുന്നത് എനിക്കറിയില്ല, എവിടെയാണ് എന്റെ റൂഹ് ഇരുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷെ ആ റൂഹ് വന്നപ്പോഴാണ് എന്റെ കൈ ചലിച്ചത്, ആ റൂഹ് വന്നപ്പോഴാണ് എന്റെ കണ്ണുകൾ ഈമ വെട്ടിയത്, ആ റൂഹ് വന്നപ്പോഴാണ് എന്റെ കാലുകൾ ചലിച്ചത്, ആ റൂഹ് വന്നപ്പോഴാണ് എന്റെ ഹൃദയം സ്പന്ദിച്ചത്, ആ റൂഹ് വന്നപ്പോഴാണ് എന്റെ രോമകൂപങ്ങൾ വളരാൻ തുടങ്ങിയത്. എന്റെ ആത്മാവേ നീ എവിടെയാണ്? ഇതേവരെ മനുഷ്യൻ ഒരിക്കലും കണ്ടെത്തിയിട്ടില്ലാത്ത, എവിടെയാണെന്ന് പറയാൻ കഴിയാത്ത, എന്നാൽ മനുഷ്യ മനസ്സുകൾക്ക് അംഗീകരിച്ചാലല്ലാതെ പറ്റാത്ത ആത്മാവെന്ന് പറയുന്ന മനുഷ്യ ശരീരത്തിന്റെ സഹോദരങ്ങളെ, ശരീരമല്ല പ്രധാനം, ആത്മാവാണ്. 4-ാം മാസത്തിൽ അതിഥിയായി കടന്നു വന്നവൻ ഏതോ ഒരു സായാഹ്നത്തിൽ നമ്മളോട് സലാം പറഞ്ഞ് തിരിച്ചു പോകുന്ന ദിവസത്തിനാണ് നാം പറയുന്നത് മരണമെന്ന് പറയുക. റൂഹ് നമ്മോട് വിട പറയുന്ന ദിവസത്തിനാണ്. നാം കിടന്നപ്പോഴും നാം ഉണർന്നപ്പോഴും എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആത്മാവ്, ഇതേവരെ നാം അതിനെ കണ്ടിട്ടില്ല, ഇതുവരെ നാം അതിനെ കുറിച്ചറിഞ്ഞിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല 4-ാം മാസത്തിൽ നമുക്ക് തന്ന ആത്മാവിനെ അല്ലാഹു ഒരു ദിവസം തിരിച്ചു വിളിക്കുമത്രേ. യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജീ ഇലാ റബ്ബികി റാദിയതം മർദിയാ. ഓ സ്തുതിക്കപ്പെട്ട ആത്മാവേ, ഓ പൂർണ്ണമായ തൃപ്തമായ ആത്മാവേ, നിന്റെ ശരീരത്തിൽ ഇരുന്നത് മതി, നീ തിരിച്ചു വരിക എന്ന് അള്ളാഹു നമ്മോട് പഠിക്കുമ്പോ റൂഹ് നമ്മോട് സലാം പറഞ്ഞ് വിട പറഞ്ഞു പോകുന്നതിനാണ് മരണമെന്ന് പറയുക. ഏതോ ഒരു സമയത്ത് അള്ളാഹു തീരുമാനിച്ച സമയത്ത് റൂഹ് പോവുകയാണ്, റൂഹ് തൊണ്ടക്കുടിയിലെത്തുകയാണ്, ശരീരം കിടന്ന് പിടയുകയാണ്. റൂഹ് പറയുന്ന ഞാനൊന്ന് പോയി വരട്ടെയോ? താൻ ഇതേവരെ കൂടുകെട്ടിപ്പാർത്തിരുന്ന
ദേഹം വിട്ട് ദേഹി പറന്നു പോകുന്ന മഹാസംഭവമാണ്. മരണം നടക്കുകയാണ്. 4-ാം മാസം വന്ന അതിഥി പോവുകയാണ്. ഞാനൊന്ന് പോയിക്കൊള്ളട്ടെയോ? ആത്മാവിന്റെ വിട പറയലിന്റെ യാത്ര എന്തോ ഒരു യാത്രയാണ്. എത്രയോ യാത്രയപ്പ് സമ്മേളനങ്ങൾ നമ്മൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ റൂഹിന്റെ യാത്രയപ്പ് ഒരു വല്ലാത്ത യാത്രയപ്പാണ്. ഇന്നത്തെ സൂര്യന്റെ കിരണങ്ങൾക്ക് എന്തോ ഒരു ഷോണിമ. ഇന്ന് പടിഞ്ഞാറ് അസ്തമിച്ച സൂര്യകിരണങ്ങൾക്ക് എന്തോ ഒരു ഷോണിമ. കടലിലെ തിരമാലകൾക്ക് എന്തോ ഒരു ആരവം. കടലിലെ തിരമാലകൾ പോലും കരയുന്നുവോ? സന്ധ്യാരാഗമേ വിട പറഞ്ഞാലും പോയ മിന്നലാട്ടമേ തിരികെ വന്നാലും ഇല്ലില്ല, പോയതാണ്, പോയത് തിരിച്ചു വരികയില്ല. ആത്മാവിന്റെ യാത്ര അതൊരു ജ്വലമായ യാത്രയാണ്. സുനാഹെ കീസ് पर में क्या ईद हो रही है, मरने वाले जाते हैं कपड़े बदल बदल कर. ആത്മാവ് സലാം പറഞ്ഞു പോവുകയാണ്. ആ പോകലാണ് മരണമെന്ന് നബി മുഹമ്മദ്. 4-ാം മാസത്തിൽ വന്ന ആള് ഇതേവരെ കണ്ടിട്ടില്ല. നമ്മൾ റൂഹിനെ കണ്ടിട്ടുണ്ടോ? ആരെങ്കിലും ആത്മാവിനെ കണ്ടവരാരേലും ഉണ്ടോ? റൂഹിനെ കണ്ടവരാരേലും ഉണ്ടോ? കല്ലൂര് എന്ന് പറഞ്ഞാൽ എന്താ? ഇല്ല എന്ന് പറയാൻ പറ്റുമോ? റൂഹുള്ളത് കൊണ്ടാണ് മനുഷ്യ ശരീരം ഇങ്ങനെ അനങ്ങുന്നത്, ഈ പീലി വളരുന്നത്, ഈ സ്പന്ദനങ്ങൾ ഉണ്ടാവുന്നത്. റൂഹ് എന്താണ് നമുക്ക് ഇതുവരെ കണ്ടിട്ടില്ല. പക്ഷെ കാണാം. എപ്പോൾ? റൂഹിനെ മനുഷ്യൻ കാണും. എപ്പോഴാ? മരിക്കുന്ന സമയത്ത്. സക്കറാത്തിന്റെ അവസ്ഥയിൽ അവൻ റൂഹിനെ കാണും. റൂഹ് പറയും ഞാൻ പോവാണ്. റൂഹ് പറയും ഞാൻ പോവുകയാണ്. അതുകൊണ്ടല്ലേ ചില ആളുകൾ മരിച്ചു കഴിഞ്ഞാലേ കണ്ണിങ്ങനെ തുറിച്ചു നിൽക്കുന്നതാണ്. കണ്ടിട്ടില്ലേ? പിന്നെയാണ് നമ്മളത് തിരുമ്മി അടയ്ക്കുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ കണ്ണ് തുറിച്ചവർ മുകളിലോട്ട് നോക്കുന്നതാണ്? എന്ത് നോക്കുന്നതാണ്? പിന്നെയല്ലേ കണ്ണ് തിരുമ്മി അടയ്ക്കുന്നത്. മരിച്ചാൽ ഉടനെ ചെയ്യുന്ന എന്താണ്? കണ്ണ് തിരുമ്മി അടയ്ക്കും. കണ്ണിങ്ങനെ കൂർത്ത് ആകാശത്തോട്ട് നോക്കിയിരിക്കുന്നതാണ്. എന്താ നോക്കുന്നവര്? ഭാര്യയെ നോക്കാനാണ് ഇടതുവശത്ത് നോക്കിയാൽ പോരെ, മക്കളെ നോക്കാനാണ് വലതുവശത്ത് നോക്കിയാൽ പോരെ. കാരണം ജീവിതത്തിൽ മാതാപിതാക്കൾക്ക് മാതാപിതാക്കളോട് ഏറ്റവും കൂടുതൽ സ്നേഹം ഉണ്ടാണ് എപ്പോഴാ? മരിക്കുന്ന സമയത്ത്. വാപ്പ സക്കറാത്തിന്റെ അവസ്ഥ കിടക്കാണ്. ഫോൺ വിളിച്ച് അങ്ങും ദുബൈയിലും സൗദിയിലും ഒക്കെ കിടക്കുന്ന സർവ്വ മക്കളും വാപ്പാടെ കെട്ടലിന്റെ അവിടെ വരും. വാപ്പ സക്കറാത്ത് വലിക്കുക. മക്കൾക്ക് എന്തൊരു സ്നേഹം. വാപ്പാക്ക് ഐസ്ക്രീം വേണം. ആ സമയത്തല്ലേ നമുക്ക് ആകെ സ്നേഹം. വാപ്പാക്ക് എന്താ വേണ്ടത് ഞങ്ങൾ ചെയ്തു തരാം. ജീവിച്ചിരിക്കണ വെച്ച് ചെയ്യോ? മരിക്കാൻ പോണെന്നറിയാം. ഇനി കൂടുതൽ ചെയ്യേണ്ടി വരില്ല, ഉടനെ പോകും എന്നറിഞ്ഞാൽ വാപ്പാക്ക് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും പറഞ്ഞു ഞങ്ങൾ ചെയ്തു തരാം. മക്കൾക്ക് മരിക്കാൻ നേരത്താ ഏറ്റവും കൂടുതൽ സ്നേഹം. വാപ്പാക്ക് എന്ത് വേണം? വാപ്പാക്ക് പാർക്കിൽ പോണം, എഴുന്നേറ്റ് കിടക്കാൻ പറ്റൂല. വാപ്പാക്ക് വെള്ളം ഇറങ്ങണില്ല, വെള്ളം ഒഴിച്ചു കൊടുക്കും. വാപ്പാക്ക് വെള്ളം ഇറങ്ങണില്ലെങ്കിൽ ഓറഞ്ച് മുറിച്ചിട്ട് നീര് പിഴിഞ്ഞ് പിഴിഞ്ഞ് സ്പൂണിൽ കോരി കൊടുക്കും. സ്പൂണിൽ ഇറങ്ങുന്നില്ലെങ്കിൽ വെള്ള തുണി കീറിയിട്ട് അത് ഓറഞ്ച് നീരി മുക്കി വാപ്പാടെ അണ്ണാക്കിൽ തേച്ചു കൊടുക്കും. ഒന്ന് നനയട്ടെ എന്ന് വിചാരിച്ച്. ജീവിക്കണമേത്ത് ഒരു ഗ്ലാസ് വെള്ളം കൈ കൊണ്ട് കൊടുത്തിട്ടുണ്ടാവില്ല. ജീവിച്ചിരിക്കണമേത്ത് വെള്ളം ഇറങ്ങണ സമയത്ത് ഇന്ന വാപ്പ ഒരു ഗ്ലാസ് ചൂടുവെള്ളം കുടിക്കുകയും അല്ലെ ഉമ്മ ഇന്ന ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നു എന്ന് കൊടുത്തിട്ടുണ്ടാവില്ല. മരിക്കാൻ നേരത്ത് തൊണ്ടയിൽ ഇറങ്ങാത്ത സമയത്ത് തൊട്ട് തക്കി കൊടുക്കലാണ് നമ്മുടെ ജോലി. ഉമ്മായ മരിക്കാൻ കിടക്കണമെങ്കിൽ മക്കൾ വലതു ഭാഗത്ത്, മക്കൾ നിൽക്കുന്നത് ഈ കഴുത്തിന്റെ ഭാഗത്ത്. കാരണം മരിച്ചിട്ട് വേണം കമ്മൽ കുറച്ചെടുക്കുക. മരിക്കണ സമയത്ത് എല്ലാവരും ചുറ്റിലുണ്ടാവും. ആ ചുറ്റിലുള്ളവരെയല്ല മരിക്കുന്ന ആള് നോക്കുന്നത് തന്റെ ഭാര്യയല്ല, തന്റെ മക്കളെയല്ല, തന്റെ മുമ്പിൽ നിൽക്കുന്ന ബന്ധുമിത്രാദികളെയല്ല, പുത്രകളത്രാദികളെയല്ല. മരിക്കുന്നവന്റെ കണ്ണു മുകളിലോട്ടാണ്, ആകാശത്തേക്കാണ് നോക്കിക്കിടക്കുന്നത്. കാരണം എന്തെന്നറിയുമോ? അള്ളാഹു തന്നെ പറയുന്നത് കേൾക്കുക. വജാഅത് സക്റത്തുൽ മൗതി ബിൽ ഹഖ് ദാലിക മാ കുന്ത മിൻഹു തഹീദ് ലഖദ് കുന്ത ഫീ غفلة من هذا فكشفنا عنك غطاءك فبصرك اليوم حديد.
ഹദീദ്. അല്ലാഹു പറയുന്ന സക്കറാത്തിന്റെ സമയത്തിലെത്തുമ്പോ എല്ലാവരും നിന്റെ മുമ്പിൽ നിന്ന് പൊട്ടിക്കരയുമ്പോ അതാ നിന്റെ റൂഹ് വിട പറയാൻ പോകുമ്പോ ഇതേവരെ നിന്റെ കൂടെ 60 വർഷം കൂടെ താമസിച്ചിട്ട് നിനക്ക് ഇതേവരെ കണ്ടെത്താത്ത റൂഹിനെ നിനക്ക് കാണാം. കാരണം എന്താ? ജീവിച്ചിരിക്കുമ്പോൾ കാണാൻ കഴിയില്ല. നമ്മുടെ കണ്ണിന് മുകളിൽ ഒരു മൂടുപടമുണ്ട്. ആ മൂടുപടം അല്ലാഹു എടുത്തങ്ങ് മാറ്റുമത്രേ. അവന്റെ കണ്ണിന്റെ മൂടുപടം ഞാൻ മാറ്റും. ആ സമയത്ത് ആ സമയത്ത് അവന്റെ കാഴ്ചക്ക് വല്ലാത്ത മൂർച്ചയാണ്. അല്ലാഹു പറയുന്ന ഇതേവരെ നിനക്ക് റൂഹിനെ കാണാൻ കഴിയില്ല. മരിക്കുന്ന സമയത്ത് നിന്റെ കണ്ണിനൊരു മൂടുപടമുണ്ട്. ആ മൂടുപടം എടുത്ത് ഞാൻ അങ്ങ് മാറ്റിക്കടിയുമ്പോ അന്ന് നിന്റെ കാഴ്ച വല്ലാതെ മൂർച്ചയുള്ള കാഴ്ചയാണ്. ആ സമയത്ത് നീ വിട പറഞ്ഞു പോകുന്ന റൂഹിനെ കാണുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. മരിക്കുന്ന സമയത്ത് കാണാം. അല്ലാഹു പറഞ്ഞതാണ്. ഇപ്പൊ കാണാൻ പറ്റൂല, കാരണം അല്ലാഹു ഒരു മൂടുപടം വെച്ചിട്ടുണ്ട്. മരിക്കണ സമയത്ത് റൂഹ് സലാം പറയും, പോട്ടെ, റൂഹ് പോയി. അല്ലാഹു നമ്മുടെ അവസ്ഥ നന്നാക്കി തരട്ടെ. റൂഹ് പോണത് ആർക്കെങ്കിലും കാണാൻ പറ്റുമോ? മരണം ലോകത്തിലെ അമേരിക്കയിലെ ഹവാർഡ് സർവകലാശാലയിലെ ശാസ്ത്രജ്ഞന്മാർ മുഴുവനും ഒരു മനുഷ്യന്റെ മരണം നടക്കുമ്പോൾ റൂഹ് പോകുന്നത് കാണാൻ വേണ്ടി ഒരു പരീക്ഷണം നടത്തി. മരണാസന്നനായ രോഗിയെ ഇനി 10 മിനിറ്റ് കൂടിയേ അയാൾ ജീവിച്ചിരിക്കുന്നു എന്ന് ഡോക്ടർമാര് വിധിയെഴുതിയ രോഗിയെ 4 ഭാഗത്ത് നിന്നും കാണാൻ കഴിയുന്ന ഗ്ലാസ് പേടകത്തിന്റെ ഉള്ളിൽ ഇട്ടിട്ട് ഗ്ലാസ് മുഴുവനും പൂർണ്ണമായിട്ട് അടച്ചു. ഒരു വായുവിന്റെ കണിക പോലും അകത്തോട്ട് കടന്നു വരികയോ അകത്തു നിന്ന് പുറത്തേക്ക് പോവുകയോ ചെയ്യാൻ കഴിയാത്ത രീതിയിൽ റൂഹ് പോകുന്നത് കാണാൻ വേണ്ടി മനുഷ്യർ മുഴുവനും ലോകത്തിലെ പ്രശസ്തരായ 28 ശാസ്ത്രജ്ഞന്മാർ ഹാവാർഡ് സർവകലാശാലയിലെ സയൻസ് മേധാവി അടക്കമുള്ള ആളുകൾ 4 ഭാഗത്തും ഗ്ലാസിന്റെ ഒരു പെട്ടിക്കുള്ളിൽ, ശവപ്പെട്ടിക്കുള്ളിൽ രോഗിയെ കിടത്തി. ഒരു തുള്ളി വായു പോലും അകത്തോട്ടും പോവില്ല, ഒരു തുള്ളി വായു പോലും പുറത്തോട്ടും വരികയില്ല. അങ്ങനെ കിടക്കുന്ന ഗ്ലാസ് പേടകത്തിന്റെ നടുവിൽ ലോകത്തുള്ള മുഴുവൻ അത്യാധുനിക റഡാറുകൾ മുഴുവനും, ആകാശത്തുകൂടി പറന്നു പോകുന്ന വിമാനങ്ങൾ മുഴുവനും കാണാൻ കഴിയുന്ന റഡാറുകൾ ഈ കബർ പോലെ വെച്ചിരിക്കുന്ന ശവപ്പെട്ടിയിലേക്ക് കേത്ത് വെച്ച് ഒരു വായു, ഒരു കരിയല അനങ്ങിയാൽ റഡാറിന്റെ സാന്ദ്രത തെളിയുന്ന രീതിയിൽ കാത്തു നിന്നു. അവസാനം റൂഹ് പോകുന്ന കാണാൻ പറ്റിയോ? അമേരിക്കയുടെ പെന്റഗണിലിരിക്കുന്ന ഏറ്റവും വലിയ റഡാർ എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ കമ്പനിയായ IBM കമ്പനി നിർമ്മിച്ചു കൊടുത്ത, ലോകത്തെ മുഴുവനും ഒപ്പിയെടുക്കാൻ കഴിയുന്ന, എന്ന് പറഞ്ഞാൽ അമേരിക്കയിൽ നിന്ന് 1000കണക്കിന് കിലോമീറ്റർ അകലെ ഇന്ത്യ മഹാരാജ്യത്തിന്റെ താഴ്ഭാഗത്ത് കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയിൽപ്പെട്ട തോന്നക്കൽ പഞ്ചായത്തിൽപ്പെട്ട കല്ലൂർ എന്ന് പറയുന്ന ഗ്രാമത്തിൽ രാവിലെ കൂലിപ്പണിക്ക് പോകുന്ന ഒരുത്തൻ വൈകുന്നേരം കൂലിപ്പണി കഴിഞ്ഞ് തിരിച്ചു വന്ന് അവൻ തോളിൽ കിടക്കുന്ന മണ്ണുമെല്ലാം കഴുകിക്കളയാൻ വേണ്ടി കൊണ്ടെടുത്തുകൊണ്ട് കല്ലൂരിലെ തന്റെ വീടിന്റെ പുറകുഭാഗത്തിരിക്കുന്ന ബാത്റൂമിൽ കുളിക്കാൻ വേണ്ടി പോയി. അവൻ തോർത്തെടുത്തെടുക്കുമ്പോൾ ആ കല്ലൂര വീടിന്റെ പുറകുഭാഗത്തിരിക്കുന്നവൻ കുളിമുറിയിൽ നിന്ന് കുളിക്കുമ്പോൾ അവൻ ഉടുത്തിരിക്കുന്ന അടിവസ്ത്രത്തിന്റെ കളർ പോലും അമേരിക്കയുടെ പെന്റഗണിലിരുന്ന് കാണാൻ കഴിയുന്ന ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ IBM കമ്പനി നിർമ്മിച്ചു കൊടുത്ത റഡാറും ഈ ഗ്ലാസ് ചേംബറിലേക്ക് ഘടിപ്പിച്ചു വെച്ച് കാത്തു നിന്നു. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ രോഗി മരിച്ചു. പക്ഷെ പോയതാരും കണ്ടില്ല. റൂഹ് പോയത് ആരും കണ്ടില്ല, ആത്മാവ് പോയത് കണ്ടില്ല. 10 മിനിറ്റ് കഴിഞ്ഞ് ഗ്ലാസ് പേടകം തുറന്നു നോക്കുമ്പോ രോഗിയുടെ ശരീരത്തിന്റെ ചൂടും മാറിയിരുന്നു, അയാൾ തണുത്തു വിറച്ചിരുന്നു. പക്ഷെ ആത്മാവ് പോയത് മാത്രം ആർക്കും കാണാൻ കഴിയുന്നില്ല. അല്ലാഹു അതുകൊണ്ടാണ് പറഞ്ഞത്, വയസ്അലൂനക അനിർ റൂഹ് ഖുലിർ റൂഹു മിൻ അംരി റബ്ബി വമാ ഊതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീലാ വയസ്അലൂനക അനിർ റൂഹ്. ഓ നബിയെ, അങ്ങയോട് വന്നാരെങ്കിലും ആത്മാവിനെ കുറിച്ച് ചോദിച്ചാൽ ആ സമയത്ത് അങ്ങ് പറയണം, ഖുലിർ റൂഹു മിൻ അംരി റബ്ബി. റൂഹിനെ കുറിച്ച് പറയാൻ കഴിയുന്നത് എന്റെ അല്ലാഹുവിനെ മാത്രമാണ്. അവനല്ലാതെ റൂഹെന്ന് പറയുന്ന ഇതേവരെ പൂരണമില്ലാത്തൊരു സമസ്യ പോലെ, ലോകത്തിന്റെ മുമ്പിൽ ഒരു കടങ്കഥ പോലെ നിൽക്കുന്ന ഈ സമസ്യ പറയാൻ എന്റെ അല്ലാഹുവിനല്ലാതെ കഴിയില്ല. വമാ ഊതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീലാ. വളരെ പരിമിതമായ അറിവല്ലാതെ അങ്ങേക്ക് നൽകിയിട്ടില്ല, ആർക്കും നൽകിയിട്ടില്ല നബിയേ. ലോകത്തോട് നിങ്ങൾ ചോദിച്ചു നോക്ക്, ചന്ദ്രനിൽ വെള്ളം ഉണ്ടോ എന്ന് ചോദിച്ചാൽ നാസ പറയും.
ബഹിരാകാശത്തെ സർവ്വതിനെയും കുറിച്ച് നാസ പറയും. റൂഹ് പോകുന്നതിനെ കുറിച്ച് നാസയോട് ചോദിച്ചു നോക്ക്, ആർക്കും പറയാൻ കഴിയില്ല. ആർക്കും അറിയാൻ കഴിയാത്ത രഹസ്യമാണ് റൂഹ്. അങ്ങനെ ഇതേവരെ അറിയാത്ത എത്ര രഹസ്യങ്ങൾ ലോകത്തുണ്ട്. എല്ലാ ലോകം കണ്ടുപിടിച്ചിട്ടുണ്ട്. ഉണ്ടോ? ലോകത്ത് ഇതേവരെ ഉത്തരം പറയാൻ കഴിയാത്ത, എന്നാൽ നമ്മുടെ കൺമുമ്പിൽ കിടക്കുന്ന എത്രയോ രഹസ്യങ്ങൾ ശാസ്ത്രത്തിന് ഉത്തരം പറയാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല. അവരെവിടെ പോയി എന്ന് അറിയില്ല. നിങ്ങൾക്കറിയുമല്ലോ ബെർമുഡ ട്രയാങ്കിൾ. ബെർമുഡ ട്രയാങ്കിൾ കേട്ടിട്ടുണ്ട്? ബെർമുഡ ട്രയാങ്കിൾ ഇല്ല. ചായക്കട കിട്ടുന്ന സാധനമല്ല അത്. ബെർമുഡ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ ലോകത്തിലെ പ്രവിശാലമായ അറ്റ്ലാന്റിക് മഹാസമുദ്രത്തിലെ 16,45,80,000 ചതുരശ്ര കിലോമീറ്റർ വിശാല വിസ്തൃതമായി കിടക്കുന്ന അറ്റ്ലാന്റിക് മഹാസമുദ്രത്തിലെ 7,70,000 ചതുരശ്ര കിലോമീറ്റർ വിശാല വിസ്തൃതമായി കിടക്കുന്ന 350 ദ്വീപുകൾ അടങ്ങിയ ഒരു ദ്വീപ് സമൂഹമാണ് ബെർമുഡ ട്രയാങ്കിൾ. ആ ബെർമുഡ ട്രയാങ്കിൾ അമേരിക്കയിൽ നിന്ന് വെറും 980 കിലോമീറ്റർ അകലെ 1000 കിലോമീറ്ററിന്റെ ഉള്ളിൽ കിടക്കുന്ന, അമേരിക്ക എന്ന് പറയുന്ന ലോകത്തിന്റെ സർവ്വതും കണ്ടെത്താൻ വേണ്ടി കാത്തു നിൽക്കുന്ന, ചന്ദ്രനിൽ ജീവനുണ്ടോ എന്ന് അന്വേഷിക്കുന്ന അമേരിക്ക. എന്തിനാണ് അമേരിക്ക ചന്ദ്രനിൽ ജീവനുണ്ടോ എന്ന് അന്വേഷിക്കുന്നത്? ഇറാഖിലെ മക്കളെ കൊന്നൊടുക്കിയവൻ, ഇറാഖിന്റെ ജീവനെ കൊന്നൊടുക്കിയവൻ, അഫ്ഗാനിലെ ജീവനെ കൊന്നൊടുക്കിയവൻ, ബോസ്നിയയിലെ ജീവനെ കൊന്നൊടുക്കിയവൻ, ചെച്ചിനയിലെ ജീവനെ കൊന്നൊടുക്കിയവൻ, ഇറാഖിലെയും അഫ്ഗാനിലെയും ബോസ്നിയയിലെയും ചെച്ചിനയിലെയും ജീവനുകളെ മുഴുവനെ കത്തിക്കരിച്ച് ചാമ്പലാക്കിയിട്ടും രക്തദാഹം തീരാൻ അമേരിക്ക വീണ്ടും ഇനി ചന്ദ്രനിൽ ജീവനുണ്ടോ എന്ന് നോക്കുന്നത് ആ ചന്ദ്രനിലെ ജീവനും കൂടി ഊട്ടിക്കൊടുക്കാനുള്ള വല്ലാത്ത അത്യാഗ്രഹമാണോ എന്ന് നാം അതിശയപ്പെട്ടു പോവുകയാണ്. ചന്ദ്രനിൽ ജീവനുണ്ടോ എന്ന് നോക്കുന്ന അമേരിക്ക 1000 കിലോമീറ്റർ ഇപ്പുറ കിടക്കാണ് അള്ളാഹുവിന്റെ കുദറത്ത്. ഇതേവരെ അമേരിക്ക കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. അമേരിക്കയിൽ നിന്ന് 980 കിലോമീറ്ററേ ഉള്ളൂ. എന്താ ബെർമുഡ ട്രയാങ്കിള്? ലോകത്ത് നിന്ന് പറന്നു പോകുന്ന വിമാനങ്ങൾ ബെർമുഡ ട്രയാങ്കിളിൽ എത്തിയാൽ അപ്രത്യക്ഷമാകും. അറ്റ്ലാന്റിക് മഹാസമുദ്രത്തിന്റെ മുകളിലൂടെ പറന്നു പോകുന്ന, ഇന്നും ജീവിച്ചിരിക്കുന്ന മിയാമിയിൽ നിന്ന്, അമേരിക്കയുടെ മിയാമിയിൽ നിന്ന് 980 കിലോമീറ്റർ അകലെ ആർക്കെങ്കിലും ഉത്തരം പറയാൻ പറ്റുമെങ്കിൽ പറയും. പക്ഷെ ഖുർആൻ ഉത്തരം നൽകിയിട്ടുണ്ട് ഈ സമസ്യക്ക്. ബെർമുഡ ട്രയാങ്കിളിലേക്ക് ഈ ഭൂമിയിൽ നിന്ന് പോകുന്ന കപ്പലുകൾ 16-ാം നൂറ്റാണ്ട് മുതൽ ഇതേവരെ 184 കപ്പലുകളാണ് നിരവധി യാത്രക്കാരുമായി ബെർമുഡ ട്രയാങ്കിൾ വരെ എത്തി. പിന്നീട് ആ കപ്പലുകളെ കുറിച്ചൊരു വിവരവുമില്ല. അവിടെ മരിച്ചുപോയ മനുഷ്യരെവിടെ പോയി എന്നറിയില്ല. കപ്പലുകൾ ബെർമുഡ ട്രയാങ്കിൾ എന്ന് പറയുന്ന 7,70,000 ചതുരശ്ര കിലോമീറ്റർ വിശാല വിസ്തൃതമായി കിടക്കുന്ന ഭൂപ്രദേശം വരെ എത്തുന്നതേ അറിയാവൂ. അതേവരെ റഡാറുകളിൽ തെളിഞ്ഞു കാണും. ബെർമുഡ ട്രയാങ്കിൾ എന്ന് പറയുന്ന പ്രാന്തപ്രദേശത്തിലേക്ക് എത്തിയാൽ റഡാറിൽ തെളിഞ്ഞുകൊണ്ടിരിക്കുന്ന കപ്പലുകൾ പിന്നെ കാണാൻ കഴിയുന്നില്ല. 1912 അമേരിക്കയിലെ ഏറ്റവും വലിയ യുദ്ധക്കപ്പലായ സ്റ്റാൻഡ്രെ എന്ന് പറയുന്ന കപ്പൽ 373 യാത്രക്കാരുമായിട്ട് കടന്നു ചെന്നു. ബെർമുഡ ട്രയാങ്കിൾ വരെ ചെന്നു. പിന്നീട് ആ കപ്പലിനെ കുറിച്ച് യാതൊരുവിധ വിവരവുമില്ല. അതിൽ മരിച്ചുപോയ ആളുകളെ കുറിച്ച് യാതൊരു വിധ വിവരവുമില്ല. 1848 ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക തിയോഡാർക്ക് പോയി 370 യാത്രക്കാരുമായി ബെർമുഡ ട്രയാങ്കിൾ എന്ന് പറയുന്ന അറ്റ്ലാന്റിക് മഹാസമുദ്രത്തിന്റെ അലറിയടിക്കുന്ന തിരമാലകളുടെ പ്രാന്തപ്രദേശം വരെ പോയതിനെ കുറിച്ച് അറിവുണ്ട്. പിന്നീട് അറിവില്ല. അവിടെ ഇതേവരെ മുക്കിക്കൊല്ലപ്പെട്ടത് 141 യുദ്ധക്കപ്പലുകളാണ്. ഏതാണ്ട് 2000-ലധികം മനുഷ്യരാണ് മരിച്ചത്. ഇതേവരെ ആ തകർന്നു പോയ കപ്പലുകളുടെ ഒരു പലക പോയിട്ടതിന്റെ ഒരു സ്ക്രൂ പോലും കണ്ടുകിട്ടിയിട്ടില്ല. മരിച്ചുപോയി എന്ന് പറയുന്ന ആളുകളുടെ ജഡം കണ്ടുപിട്ടിട്ടില്ല. എവിടെയാണത് പോയത്? ആ കപ്പലുകൾ കടൽക്ഷോഭത്തിൽപ്പെട്ട് തകർന്നു പോയതാണെങ്കിൽ അതിന്റെ ബാക്കി അവശിഷ്ടങ്ങൾ കാണണം. അവശിഷ്ടങ്ങൾ പോയിട്ട് കപ്പലിന്റെ ഒരു സ്ക്രൂ പോലും ഇതേവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. എത്രയോ വിമാനങ്ങളാണ് ഇതേവരെ ഞാൻ ഈ സംസാരിക്കുന്ന 2010 ഫെബ്രുവരി മാസം വരെ ഞാൻ ഇവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് വരെ, ഫെബ്രുവരി 1-ാം തീയതി നിങ്ങളോട് സംസാരിക്കുന്ന ഈ സമയം വരെ ഏതാണ്ട് 41ഓളം വിമാനങ്ങളാണ് അറ്റ്ലാന്റിക് മഹാസമുദ്രത്തിന്റെ മുകളിലൂടെ ബെർമുഡ ട്രയാങ്കിളിന്റെ മുകളിലൂടെ പറന്നു പോകുമ്പോ അപ്രത്യക്ഷമായി പോയത് എവിടെയെന്ന് ആർക്കും അറിയില്ല. 41 വിമാനങ്ങൾ എവിടെ പോയി? 140 യുദ്ധക്കപ്പലുകൾ എവിടെ പോയി? ബെർമുഡ ട്രയാങ്കിൾ എന്ന് പറയുന്ന സമുദ്രത്തിലൂടെ പോകുമ്പോൾ കപ്പൽ മുങ്ങിയാൽ ആകാശത്തുകൂടി പറന്നു പോകുന്ന യുദ്ധവിമാനങ്ങൾ എവിടെ പോയി? എത്രയോ വിമാനങ്ങൾ, എത്രയോ ആളുകളാണ് മരിച്ചുപോയത്. ഇതേവരെ കണ്ടെത്താൻ ആർക്കും കഴിഞ്ഞിട്ടില്ലെങ്കിൽ, ഇതേവരെ അതിന്റെ അവശിഷ്ടം കാണാൻ ലോകത്താർക്കും കഴിഞ്ഞില്ലെങ്കിൽ 1948
ഡിസംബർ 28-ാം തീയതി അമേരിക്കയുടെ മിയാമിയിൽ നിന്ന്, തെക്കേ അമേരിക്കയുടെ മിയാമിയിൽ നിന്ന് കടന്നു പോകുന്ന യുദ്ധം നടന്നു പോകുന്ന വിമാനം കടന്നു പോവുകയാണ്. ആ വിമാനം കടന്നു പോകുമ്പോ രാവിലെ 4:13 ആകുമ്പോ അമേരിക്കയുടെ റഡാറുകളിൽ കാത്തിരിക്കുന്ന വൈമാനികരോട് ആ വിമാനത്തിൽ നിന്ന് സന്ദേശം വരികയാണ്. രാവിലെ 4:13 ഒരു സന്ദേശം വരികയാണ്. ഇതാ ഞങ്ങൾ മിയാമിയിൽ എത്താറായി, അരമണിക്കൂർ കൂടി കഴിയുമ്പോൾ ഞങ്ങൾ മിയാമിയിൽ ഇറങ്ങാൻ പോവുകയാണ്. മിയാമിയിലെ വഴിവിളക്കുകൾ ഞങ്ങൾ വിമാനത്തിൽ ഇരുന്നു കൊണ്ട് കാണുകയാണ്. വിമാനത്തിന്റെ പൈലറ്റിൽ നിന്ന് സന്ദേശം വരുന്നു. മിയാമിയിലെ അമേരിക്കയുടെ, തെക്കേ അമേരിക്കയുടെ റഡാർ സംവിധാനത്തിലേക്ക് വിമാനം പറന്നു പോകുന്നത് റഡാറിന്റെ സ്ക്രീനുകളിൽ കാണാം. വിമാനയാത്രക്കാർ റഡാറിന്റെ സ്ക്രീനുകളിൽ കാണാം. പൈലറ്റിന്റെ കോക്പിറ്റിൽ നിന്ന് വിമാനത്തിന്റെ സന്ദേശങ്ങൾ തെളിഞ്ഞു കാണുമ്പോ രാവിലെ 4:13 അവർ പറയുന്നത്, ഇതാ മിയാമിയിലേക്ക് ഞങ്ങൾ എത്താൻ പോവുകയാണ്. വെറും 980 കിലോമീറ്റർ അകലെയാണ് ഞങ്ങൾ നിൽക്കുന്നത്. 1 മിനിറ്റ് കൂടി കഴിഞ്ഞപ്പോ റഡാറിന്റെ തിരശീല കറുത്തതായി, ഒരു സിഗ്നൽ പോലും കാണുന്നില്ല. അവസാനം 1948 ഡിസംബർ 28-ാം തീയതി രാവിലെ 4:13 അതേ സഞ്ചരിച്ച 380 പേരുടെ ഒടുക്കത്തെ ശബ്ദം കേട്ടതാണ്. ഇതേവരെ ആ ശബ്ദം പിന്നെ ആരും കേട്ടിട്ടില്ല. ആ വിമാനം പിന്നെ ഇതേവരെ ആരും കണ്ടിട്ടില്ല. അതിന്റെ ഒരു അവശിഷ്ടം പോലും ലോകത്താർക്കും കിട്ടിയിട്ടില്ല. എത്രയോ സംഭവങ്ങളാണ്. എവിടെയെന്ന് യുദ്ധവിമാനം പോയി 380 യാത്രക്കാരുമായി തകർന്നു വീഴുമ്പോ എവിടെയാണെന്നറിയാൻ കഴിയാതെ തെക്കേ അമേരിക്കയിൽ നിന്ന് 3-ാമത്തെ ദിവസം 5 പോർ വിമാനങ്ങളാണ് ഇത് കാണാൻ വേണ്ടി ഒന്നിച്ചു പോകുന്നത്. ഒരാളായിട്ട് പോകുമ്പോഴല്ലേ കാണാതിരിക്കുന്നത്. 5 പോർ വിമാനങ്ങൾ ഒന്നിച്ചു പറന്നു പോയി ബർമുഡ ട്രയാങ്കിളിലേക്ക്. റഡാറിൽ 5 വിമാനങ്ങളും പോകുന്നത് കാണാം. ഒരല്പ നിമിഷം കഴിയുമ്പോ ബർമുഡ ട്രയാങ്കിൾ എന്ന് പറയുന്ന ലോകത്തിന്റെ ഇതേവരെ ആരും കണ്ടുപിടിച്ചിട്ടില്ലാത്ത എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്ക എടുത്ത് നോക്ക്. അവസാനം ബർമുഡ ട്രയാങ്കിളിന്റെ ഈ വിവരണത്തിന് ശേഷം അതിൽ മുങ്ങിപ്പോയ എല്ലാ കപ്പലുകളുടെയും വിമാനങ്ങളുടെയും രേഖയുണ്ട്. അതിനുശേഷം പറയുന്നു, ഇതേവരെ ഇതിന്റെ രഹസ്യമാണെന്ന് പറയാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല. സഹോദരങ്ങളെ, റൂഹിനെ നോക്കി നിന്ന മനുഷ്യ, നിന്റെ മുമ്പിൽ നിൽക്കുന്ന ലോകത്തെ മുഴുവനും രക്തം കുടിച്ചു വെട്ടിക്കുന്ന അമേരിക്കയുടെ 980 കിലോമീറ്റർ അകലെയാണ് ഈ സംഭവം നടക്കുന്നത്. വെറും 1000 കിലോമീറ്ററിന്റെ പരിധിക്കുള്ളിൽ നടന്നിട്ട് ലോകത്തിന്റെ സർവ്വ അനക്കങ്ങളിലും ഇടപെടുന്ന അമേരിക്ക എന്ന ലോക സാമ്രാജ്യത്വത്തിന് ഇതേവരെ കൺമുമ്പിലെ സമസ്യകൾക്ക് കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ 5 പോർ വിമാനങ്ങൾ പോയ വഴിയിൽ അപ്രത്യക്ഷമാകുമ്പോ ഈ നിഗൂഢതയുടെ രഹസ്യം എന്താണ്? എവിടെയാണ് ഇത് കഴിയുന്നത്? കുറെ ആളുകൾ പറഞ്ഞ് കടൽ കൊള്ളക്കാരെ തട്ടിയെടുക്കുന്നതാണ്. കാരണം തെക്കേ അമേരിക്കയിൽ നിന്ന് വെസ്റ്റ് ഇൻഡീസിലേക്ക് പോകുന്ന സ്വർണവും വെള്ളിയും കയറ്റിയ വിമാനങ്ങളും കപ്പലുകളും പോകുന്നത് ഇതുവഴിയാണ്. കടൽ കൊള്ളക്കാര് തട്ടിയെടുത്തതാന്ന് പറയുമ്പോ അതിന്റെ അവശിഷ്ടമെങ്കിലും കാണേണ്ടതല്ലേ? മരിച്ചവരുടെ ജഡമെങ്കിലും കിട്ടേണ്ടതല്ലേ? ഒരു ആണി പോലും, തുരുമ്പ് പിടിച്ച ഒരാണി പോലും 4 നൂറ്റാണ്ട് കഴിഞ്ഞിട്ട് ഇതേവരെ അത് കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ സഹോദരാ, നിനക്കറിയാത്തത് പല ലോകത്ത് മറഞ്ഞു കിടക്കുകയാണ്. എന്താണ് ബർമുഡ ട്രയാങ്കിളിൽ സംഭവിക്കുന്നത്? എന്താണ് സംഭവിക്കുന്നത്? ആർക്കും പറയാൻ കഴിഞ്ഞിട്ടില്ല. ഈ അടുത്ത കാലത്ത് ശാസ്ത്രത്തിന് ഉത്തരം പറയാൻ കഴിഞ്ഞിട്ടില്ല ഇന്ന് വരെ. നിങ്ങൾ എടുത്തു നോക്കിക്കോളി, വെബ്സൈറ്റ് തുറന്നു നോക്കിയാൽ കാണാം, സൈറ്റ് തുറന്നു നോക്കിയും കാണാം. അതിനകത്ത് ഏറ്റവും അവസാനം ഈ അടുത്ത കാലത്ത് ഡോക്ടർ മുസ്തഫ കഞ്ചൂരി എന്ന് പറയുന്ന ഈജിപ്ഷ്യൻ പണ്ഡിതൻ, അദ്ദേഹം ഒരു ജിന്നുമായിട്ട് സംസാരിച്ചു. മുസ്തഫ കഞ്ചൂരി ജിന്നുമായിട്ട് സംസാരിച്ചു. ജിന്നുമായിട്ട് സംസാരിക്കൂല്ലേ മനുഷ്യര്? ഇല്ലേ? ഇല്ലേ? ജിന്നു മനുഷ്യരെ നേരിട്ട് സംസാരിക്കില്ലയോ? സംസാരിക്കോ? മോദിമാമ സംസാരിച്ചിട്ടുണ്ട്. ജിന്നുമായിട്ട് സംസാരിച്ചിട്ടുണ്ടാ? ജിന്നും മനുഷ്യരെ സംസാരിക്കും. ഖുർആനല്ല നമ്മളതിനകത്ത് സംസാരിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. അള്ളാഹു ഒരു സൂറത്ത് തന്നെ ഇറക്കി, അതിന്റെ പേര് ജിന്നെന്നാണ്. ഇപ്പൊ ജിന്നിന്റെ ഭാഗത്തോട്ട് നോക്കിയാൽ നമ്മുടെ വിഷയം വേറെ അടുത്തോട്ട് പോകും. ഇത് ഞാൻ പറയുന്നത് ലോകത്ത് കാണാത്ത രഹസ്യങ്ങൾ ഏറെയാ. അത് പറഞ്ഞാലേ ഇനി ഖബർ മനസ്സിലാവും. നമ്മൾ നമ്മത്തോളം നമ്മൾ നമ്മുടെ യുക്തിക്ക് ചേർന്നല്ലേ നമ്മൾ അംഗീകരിക്കൂ. ഖബറിൽ 3 അനുഭവം ഉണ്ടെന്ന് പറഞ്ഞാൽ ആ 3 അനുഭവം നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ ഇതുവരെ നിനക്ക് തിരിയാത്ത രഹസ്യം ലോകത്തുണ്ടെന്ന് നീ അറിയണം. നമ്മളെല്ലാ നമ്മുടെ കൺമുമ്പിൽ അമേരിക്കയിൽ നിന്ന് 950 കിലോമീറ്റർ ബർമുഡ ട്രയാങ്കിളിലേക്കുള്ളൂ. 1000 കിലോമീറ്റർ ഇതേവരെ കണ്ടുപിടിക്കാൻ ലോകത്ത് ആർക്കും കഴിഞ്ഞില്ല. അവർ പറയണത് ആ രഹസ്യം എന്താണെന്ന് ഇതുവരെ അറിയില്ല. രഹസ്യം ഇത് തന്നെയാണ്.
പക്ഷെ അള്ളാഹ്ക്ക് രഹസ്യമില്ലല്ലോ. യഅലമു ഖായിനത്തൽ അയ്യുനി വമാ തുഖ്ഫി സുദൂർ. എല്ലാ രഹസ്യവും അറിയുന്നവൻ. വമാ തുഖ്ഫി സുദൂർ, അള്ളാഹു ആണല്ലോ എല്ലാം അറിയുന്നത്. അള്ളാഹ് പറയുന്ന എന്താന്ന് നോക്കാം. മുസ്തഫ കെഞ്ചൂരി എന്ന് പറയുന്ന മനുഷ്യൻ ജിന്നുമായിട്ട് സംസാരിക്കും. അതിനകത്ത് ആരും വിഷമിക്കണ്ട. ഖുർആൻ ഒരു സൂറത്ത് തന്നെ ഉണ്ട്, സൂറത്തുൽ ജിന്ന്. وأنه كان رجال من الإنس يعوذون برجال من الجن فزادوهم رهقا. അള്ളാഹ് പറയുകയാണ് വഅന്നഹു കാന റിജാലും മിനൽ ഇൻസി, പുരുഷന്മാരിലുള്ള മനുഷ്യരിലുള്ള കുറെ പുരുഷന്മാർ യഊദൂന ബിരിജാലിൻ മിനൽ ജിന്നി, ജിന്നുകളിലുള്ള പുരുഷന്മാരുമായി ഫസാദൂഹും റഹഖാ, അവര് പരസ്പരം സംസാരിച്ചു അത്രേ. ഖുർആൻ. ഇനിയിപ്പോ അതിനകത്ത് സംശയമില്ലല്ലോ, മനുഷ്യര് ജിന്നുമായിട്ട് സംസാരിക്കും. മനുഷ്യരെ പോലെ തന്നെ ഭൂലോകത്തുള്ള ഒരു സാധനമാണ് ജിന്ന്. ജിന്നെന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റൂല. ജിന്നെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മറഞ്ഞിരിക്കുന്നതാണ് അല്ലേ ഉസ്താദെ? ജന്ന എന്ന് പറഞ്ഞാൽ മറഞ്ഞിരിക്കുന്ന, ജിന്ന എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണ് കൊണ്ട് കാണാൻ പറ്റാത്തത്. നമ്മുടെ തൊട്ടടുത്ത് ചിലപ്പോൾ ജിന്നുണ്ടാവും, നമുക്ക് കാണാൻ പറ്റൂല. മിക്കവാറും പെണ്ണുങ്ങൾ കടന്നുറങ്ങൂല വീട്ടിൽ. ഉസ്താദിന് ജോലിയായിരിക്കും, 10-15 നൂല് ഓതി കൊടുക്കേണ്ടി വരും. ജിന്നെപ്പോഴും നമ്മുടെ തൊട്ടടുത്ത് തന്നെയുണ്ട്. ജിന്നുകളുടെ കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട. ശൈത്താൻ ആരാൻ? ജിന്നുകളിൽ നല്ല ആളുകളുണ്ട്, മനുഷ്യരിൽ നല്ല ആളുകൾ ഉള്ളതുപോലെ, മനുഷ്യരിൽ മുഅ്മിനീങ്ങളും ഫാസിഖീങ്ങളും ഉള്ളതുപോലെ ജിന്നുകളിലും മുഅ്മിനീങ്ങളായ ജിന്നുണ്ട്. എന്നാ തലതിരിഞ്ഞ ജിന്നുകളുണ്ട്. ആ തലതിരിഞ്ഞ ജിന്നിൽപ്പെട്ട ആളാണ് ശൈത്താൻ, അല്ലേ? ശൈത്താൻ ജിന്നാൻ, അല്ല വേറൊന്നുമല്ല. ഖുർആൻ സൂറത്തുൽ കഹ്ഫ്, കാന മിനൽ ജിന്നി വഫസക അൻ അംരി റബ്ബി, കാന ശൈത്താനായിരുന്നു, മിനൽ ജിന്നി ജിന്നിൽ പെട്ടവനായിരുന്നു, ഫഫസക അൻ അംരി റബ്ബി, അല്ലാഹുവിനോട് അവൻ തെറ്റ് ചെയ്തവനാണ്. ഈ തലതിരിഞ്ഞ ജിന്നിനെയാണ് ശൈത്താൻ എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ജിന്നുകളോട് മനുഷ്യരെ സംസാരിക്കും, മനുഷ്യരുമായിട്ട് സംവദിക്കും. ബഹുമാനപ്പെട്ട ഹുസൈൻ അഹമ്മദ് മദനി റഹ്മത്തുള്ളാഹി തആല അലൈഹി ദാറുൽ ഉലൂം ദൈവബന്ദിലെ ഹുസൈൻ അഹമ്മദ് മദനി റഹ്മത്തുള്ളാഹി തആല അലൈഹിയുടെ ദറസിൽ ജിന്നുകൾ വന്നിട്ട് ദറസിലുണ്ടായിരുന്നു. ദാറുൽ ഉലൂം ദൈവബന്ദില് ഹുസൈൻ അഹമ്മദ് മദനി റഹ്മത്തുള്ളാഹി ദറസ് എടുക്കുമ്പോൾ ജിന്നുകൾ വന്ന് കിതാബ് ഓതാൻ വേണ്ടി വന്നിരുന്നു. അവരവിടെ ഹോസ്റ്റലിൽ തന്നെ മുത്തല്ലിമീങ്ങളുടെ കൂടെ താമസിച്ചു. അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. രാത്രി ആയപ്പോ മുത്തല്ലിമീങ്ങളൊക്കെ റൂമിൽ കിടക്കുകയാണ് കട്ടില്. അപ്പോൾ എല്ലാരും കിടന്നു കഴിഞ്ഞാല് ലൈറ്റ് ആര് ഓഫ് ആക്കണം, അങ്ങനെ ഒരു തർക്കം വരും. കാരണം എഴുന്നേറ്റ് നടന്നു പോയി ലൈറ്റ് ഓഫ് ആക്കിയിട്ട് വരും, എവിടെയും തട്ടി വീണില്ല, ഉറക്കം പോകും. അപ്പൊ എല്ലാവരും കിടന്നിട്ട് പറയും നീ ഓഫാക്ക്, നീ എഴുന്നേറ്റ് ഓഫാക്ക്. അങ്ങനെ ആ റൂമിൽ വെച്ചൊരു വലിയ തർക്കം ഉണ്ടായി, ലൈറ്റ് ആര് ഓഫാക്കണം. അവസാനം ഇങ്ങേ മൂലയിൽ കിടന്ന, ലൈറ്റിന്റെ സ്വിച്ച് എവിടെയാണ്, ഇങ്ങേ മൂലയിൽ കിടന്ന ഒരാൾ പറഞ്ഞു ആരും തർക്കിക്കണ്ട, ഞാൻ ഓഫാക്കാന്ന് പറഞ്ഞാൽ ആ മൂലയിൽ കിടന്നുകൊണ്ട് തന്നെ കൈ നീട്ടി ഓഫാക്കി. സ്വിച്ച് ബോർഡ് എവിടെയാണ്? ആ ജിന്ന് മൂലയിൽ കിടന്നിട്ട്, ഇത് വലിയ അത്ഭുത സംഭവം ഒന്നുമല്ല, മൂലയിൽ കിടന്നിട്ട് അവിടെ കിടന്നുകൊണ്ട് തന്നെ കൈ നീട്ടി അങ്ങ് ഓഫാക്കി, അല്ലേ? ആ ജിന്നങ്ങാൻ ഇവിടെ ഉണ്ടാകുന്ന തേങ്ങ പറിക്കുക ഇത്ര ആളുകളെ നോക്കി കിടക്കണ്ട. ഒരു തേങ്ങ ഇടാൻ വേണ്ടി ഒരാളെ വിളിക്കുക എന്തൊരു അതാപ, കാറും കൊണ്ട് പോയി വിളിച്ചോണ്ട് വന്നാൽ കിട്ടൂല. അതേപോലെ ഒരു ജിന്നിനെ കിട്ടിയിരുന്നെങ്കിൽ, ജിന്ന് സേവയുള്ളവരൊക്കെ ഉണ്ടല്ലേ, ആളുകൾ പേടിച്ച് അപ്പടാ കൂടെ നിൽക്കണം. മനുഷ്യർക്ക് മനസ്സിലായത് ഏതാ സാധനമെന്ന്. പിറ്റേ ദിവസം വലിയ വിഷയമായി. അവസാനം ഹുസൈൻ അഹമ്മദ് മദനി റഹ്മത്തുള്ളാഹി ജിന്നിനെ പുറത്താക്കി. ജിന്നിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആളുകളെ കുറച്ച് ബഹളം ഉണ്ടാക്കരുത്, പേടിപ്പിക്കരുതുള്ള കരാറൊക്കെ വാങ്ങിച്ചിട്ടാണ് ഹുസൈൻ അഹമ്മദ് മദനി കൂട്ടിയത്. ഹുസൈൻ അഹമ്മദ് മദനി ജിന്നിനോട് പറഞ്ഞു ഇനി നീ പഠിക്കേണ്ട, പൊക്കോളാൻ പറഞ്ഞു, പുറത്താക്കി കോളേജിൽ നിന്ന്. അപ്പൊ ജിന്ന് എന്ന് പറയുന്ന സാധനം എല്ലായിടത്തും ഉണ്ട്. ബഹുമാനപ്പെട്ട മുസ്തഫ കെഞ്ചൂരി എന്ന് പറയുന്ന ഈജിപ്ഷ്യൻ പണ്ഡിതൻ പറയുന്നു, ബർമുഡ ട്രയാങ്കിളിൽ ജിന്നുകളുടെ ലീലാവിലാസമാണ്. അത് ജിന്നുകൾ താമസിക്കുന്ന പ്രദേശമാണ്. മനുഷ്യർ താമസിക്കുന്ന പോലെ ഭൂമിയിലാണ് ജിന്ന് താമസിക്കുന്നത്. ജിന്നിനെ കാണാം. പഴയ പള്ളിയിലൊക്കെ പോയാൽ മിക്കവാറും ഇവിടെ കാണാൻ പറ്റും. കല്ലൂര് പള്ളി പഴയ പള്ളിയല്ലേ. രാത്രിയിൽ ആരും ഇല്ലാത്ത രാത്രിയിൽ നിങ്ങൾ വന്ന് നോക്കി ജിന്നുകൾ നിസ്കരിക്കണ കാണാം. വന്ന് നോക്കിയോ കുഴപ്പമില്ല. രാവിലെ എന്താ ഹാലെന്ന് എനിക്ക് പറയാൻ പറ്റൂല. നിങ്ങൾ പഴയ പള്ളിയിൽ പോയി നോക്കി, പഴയ പൗരാണികമായ പള്ളിയില്ലേ. ഈ അടുത്ത സമയത്ത് ഞങ്ങൾ എവിടെയോ ഒരു പള്ളിയിൽ പോയി, ആ പള്ളിക്കകത്ത് കയറി നിസ്കരിച്ചാല് അതേത് പള്ളിയാണെന്നൊരു വിടുത്തല്. ഈ അടുത്ത സമയത്താ പോയത്. എൻ്റെ കൂടെ വന്ന ആളുണ്ടായി പറയും, കോവമംഗലത്തപ്പുറത്ത് മാതിരപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. കഴിഞ്ഞ ആഴ്ച ഞാൻ അവിടെ ആയിരുന്നു പോയത്. ഒരു പള്ളി, അതിന്റെ അകംഭാഗത്ത് അകത്തെ പള്ളിയിൽ കയറി നിസ്കരിച്ചാല് നിസ്കാരത്തിന് ഇത്രയും ഹൗഫുണ്ടോന്ന് നമ്മൾ ഓർത്തു. അത്രയ്ക്കല്ല. ഇതിപ്പോ പഴയ പള്ളിയല്ല, 100 വർഷം പഴക്കമുണ്ട്. ആ പള്ളിക്കകത്ത് പഴയ പള്ളിയുടെ ഫ്രണ്ട് വാതിലിൽ കിടന്നുറങ്ങി രാവിലെ എഴുന്നേൽക്കുമ്പോൾ മിക്കവാറും ഹൗദി കിടക്കും.
ജിന്നുകൾ നിസ്കരിക്കാൻ വേണ്ടി വരുമ്പോൾ പള്ളിയുടെ വാതിലിന് നേരെ കിടന്നാലേ ജിന്നുകൾ നിസ്കരിക്കാൻ വേണ്ടി വരുമ്പോൾ എടുത്ത് തോണ്ടി അപ്പുറത്തോട്ട് മാറ്റിയിടും. അപ്പൊ അതുകൊണ്ട് നമ്മുടെ തൊട്ടടുത്ത് ചിലപ്പോൾ കിടക്കുന്ന ജിന്നായിരിക്കും. മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. സഹോദരിമാര് വേറെ ഒന്നും വിചാരിക്കരുത്. തൊട്ടടുത്ത് കിടക്കുന്ന ജിന്നാന്ന് പറഞ്ഞപ്പോൾ വീട്ടിൽ പോയി ഭർത്താവിനോട് വഴക്കുണ്ടാകും. നിങ്ങൾ ജിന്നാണോ ഇൻസാണോ വെട്ടെന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ ഇടങ്ങേറാവും. അതുകൊണ്ട് ആ രീതിയിൽ തർക്കം വേണ്ട. ജിന്നുകൾ നമ്മുടെ ഇടയിലുണ്ട്, മലക്കുകൾ നമ്മുടെ കൂടെ ഇല്ലേ? നമ്മുടെ ഇടതുഭാഗത്തും വലതുഭാഗത്തും മലക്കുകളില്ലേ? നമ്മൾ വിശ്വസിക്കുന്നവരില്ലേ? കാണാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ജിന്ന് മുസ്തഫ കെഞ്ചൂരി ഒരു ജിന്നുമായി സംവദിച്ചു അത്രേ. ആ ജിന്ന് വന്നിട്ട് പറഞ്ഞു, ബർമുഡ ട്രയാങ്കിളിന്റെ രഹസ്യം ചോദിക്കുമ്പോ അതുമായി ഗവേഷണം നടത്തുന്ന പണ്ഡിതനാണ്. അദ്ദേഹത്തോട് ആ ജിന്ന് സംസാരിച്ചു അത്രേ. അത് ജിന്നുകളുടെ താവളമാണ്. ഒരു കപ്പലെന്നല്ല, ഒരു വിമാനം പോലും അതേവരെ പിടിച്ചെടുത്ത് മാറ്റാൻ ജിന്നുകൾക്ക് കഴിയുമെന്ന് മുസ്തഫ കെഞ്ചൂരിയോട് പറയുമ്പോ മുസ്തഫ കെഞ്ചൂരി ചോദിച്ചു അത്രേ, എങ്ങനെയാണ് അതിന്റെ മുകളിലൂടെ മനുഷ്യനൊന്ന് പറക്കാൻ കഴിയുക? ബർമുഡ ട്രയാങ്കിൾ എന്ന് പറയുന്ന ഏറ്റവും വലിയ രഹസ്യ കലവറയുടെ മുകളിലൂടെ മനുഷ്യന് നടക്കാൻ കഴിയുമോ? ആ സമയത്ത് ആ ജിന്ന് പറഞ്ഞതായി അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുകയാണ്. ആ വരികളാണ് അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിന്റെ വരികളാണ് ഞാൻ ഉദ്ധരിക്കുന്നത്. അദ്ദേഹം പറയുകയാണ്, അതിലൂടെ കടന്നു പോകണമെങ്കിൽ അള്ളാഹു പറഞ്ഞിട്ടില്ലേ പോകേണ്ടത് എങ്ങനെയാണെന്ന്. അവിടെ ജിന്നുകൾ, മോശമായ ജിന്നുകളുണ്ട്, പിശാചുക്കളുണ്ട്. അവരാണ് ഈ കപ്പലുകളും വിമാനങ്ങളും തകർത്തു മാറ്റുക. അതിന്റെ മുകളിലൂടെ പറന്നു പോകണമെങ്കിൽ ആദ്യത്തെ ദിവസം ഞാൻ അൽഹംദുലില്ലാഹ് പഠിപ്പിച്ചല്ലോ. അതിന്റെ ഒരേ ഒരു കാരണം നിങ്ങൾ ചിന്തിച്ചു നോക്കുക. അല്ലാഹു പറയുകയാണ്, ഇന്നഹു ലൈസ ലഹു സുൽത്താനുൻ അലല്ലദീന ആമനു വഅലാ റബ്ബിഹിം യതവക്കലൂൻ. ഇന്നഹു ലൈസ ലഹു സുൽത്താൻ. ഒരിക്കലും മോശമായ ജിന്നുകൾക്കോ പിശാചുകൾക്കോ ഒരധികാരവും സ്വാധീനവും ചെലുത്താൻ കഴിയില്ല. ആരുടെ മേൽ? അലല്ലദീന ആമനൂ, അല്ലാഹുവിൽ ഈമാൻ കൊണ്ടവര്. അലല്ലദീന ആമനൂ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. അല്ലാഹുവിൽ തവക്കുലാക്കി മനസ്സിൽ ഈമാനുള്ളവർ അതിന്റെ മുകളിലൂടെ പറന്നു പോയാൽ ആ ജിന്ന് പറഞ്ഞു അത്രേ, ബർമുഡ ട്രയാങ്കിളിലൂടെ പറന്നു പോകുമ്പോ അള്ളാന്റെ തസ്ബീഹ് പറഞ്ഞിട്ടെങ്ങാനും ഒരു ദിക്ർ പറഞ്ഞ് പറന്നു പോയാൽ, അതാ നാവില് ദിക്ർ പറയുന്നവനാണെങ്കിൽ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞാൽ, അള്ളാന്റെ നാമം പറഞ്ഞാൽ അതിന്റെ മുകളിലൂടെ പറന്നു പോകാം. ആ സമുദ്രത്തിലൂടെ യാത്ര ചെയ്യാം. ഒരു പ്രശ്നവുമില്ലെന്ന് അള്ളാന്റെ ഖുർആനല്ല പറഞ്ഞതെന്ന്. ലോകത്തിലെ ഏറ്റവും വലിയ സമസ്യക്ക് ഖുർആൻ പൂരണം നൽകുമ്പോ സഹോദരങ്ങളെ, ഞാനിനി പറയാൻ പോകുന്നത് അമേരിക്കയുടെ, ഞാൻ ഇത്രയേറെ പറഞ്ഞത് എന്താണെന്നറിയുമോ? നിങ്ങളുടെ കണ്ണും മനസ്സും എന്റെയും കണ്ണ് തുറക്കാൻ വേണ്ടിയാണ്. ഉസ്താദേ, നിങ്ങൾ പറയുന്ന ബർസഖിലെ 3 അനുഭവം നടക്കുന്നത് എവിടെയാ? നമ്മൾ ഇരിക്കുന്നതിന്റെ തൊട്ടു മുമ്പിൽ ഈ മതില് മാത്രമേ തടസ്സമുള്ളൂ. ഈ മണ്ണിന്റെ അടിയിൽ നടക്കുന്ന സംഭവമാണ് പറയാൻ പോകുന്നത്. കലൂര് പള്ളിയുടെ തൊട്ടടുത്ത് നടക്കുന്ന, ഇതെവിടെ നടക്കുന്നതാണ്? ആർട്ടിക്കലല്ല, അന്റാർട്ടിക്കലല്ല, പസഫിക്കിലല്ല, ആർട്ടിക്കലല്ല. ഞാൻ ഈ പറയുന്ന സംഭവം നടക്കുന്നത് ഈ കാണുന്ന മണ്ണിന്റെ അടിയിലാണ്. ഈ മണ്ണിന്റെ അടിയിൽ നടക്കുന്ന, അതിൽ നിന്ന് 10 മീറ്റർ അടുത്ത് നിൽക്കുന്ന നാം അറിയുന്ന സംഭവമാണ്. അതുകൊണ്ടില്ലാന്ന് നിഷേധിക്കരുത്. ഈ ഭൂമിയിൽ തന്നെ നീ കാണാത്ത എത്രയോ നിരവധിയാണെന്ന് അള്ളാന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. ഇതേക്കാൾ ഇനി എത്ര രഹസ്യങ്ങൾ. ബർമുഡ ട്രയാങ്കിൾ, ഇന്നഹു പിശാച് ലൈസ ലഹു സുൽത്താനുൻ, അവൻ അധികാരം സ്വാധീനം ചെലുത്താൻ കഴിയില്ല. അലല്ലദീന ആമനു, ഈമാനുള്ളവരുടെ മുകളിൽ പറക്കട്ടെ. ലോകം ആ രീതിയിൽ ഗവേഷണം ചെയ്യട്ടെ. അള്ളാഹു ഖുർആൻ പഠിക്കാൻ തൗഫീഖ് നൽകട്ടെ. ഈ ഖുർആൻ ഒരു വല്ലാത്ത സാധനം എന്റെ സഹോദരങ്ങളെ. പഠിക്കണം, ഖുർആൻ പഠിക്കണം. ഖുർആനെ കുറിച്ച് നമ്മൾ അറിയാത്തതുകൊണ്ട് വൈക്കം മുഹമ്മദ് ബഷീർ സാഹിത്യം എഴുതാൻ പഠിച്ചത് ഖുർആനിൽ നിന്നാണ്. വൈക്കം മുഹമ്മദ് ബഷീറില്ല, പാത്തുമ്മാന്റെ ആട് എഴുതിയ ആള്. വൈക്കം മുഹമ്മദ് ബഷീർ മരിച്ചു കഴിഞ്ഞപ്പോൾ ഡോക്ടർ ലീലാവതി വൈക്കം മുഹമ്മദ് ബഷീറിനെ കുറിച്ചിട്ട് ഒരു പാരഗ്രാഫ് എഴുതി. അതിനകത്ത് ഡോക്ടർ ലീലാവതി പറഞ്ഞു, വൈക്കം മുഹമ്മദ് ബഷീറിന്റെ സാഹിത്യത്തിൽ എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത് ഒരു വാക്കാണ്, വെളിച്ചത്തിന് എന്തോ ഒരു വെളിച്ചം. വൈക്കം മുഹമ്മദ് ബഷീർ എഴുതിയിട്ടുണ്ട്, വെളിച്ചത്തിന് എന്തോ ഒരു വെളിച്ചം. സാധാരണ നമുക്ക് വെളിച്ചം അറിയാം, വെളിച്ചത്തിന് പിന്നെ ഒരു വെളിച്ചമുണ്ട്. അതെന്തൊരു വാക്കാണ് മലയാളത്തിൽ, വെളിച്ചത്തിന് എന്തോ ഒരു വെളിച്ചം. വൈക്കം മുഹമ്മദ് ബഷീർ എവിടെ നിന്ന് എഴുതിയതാ? വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കൃതികളിൽ അറബി സാഹിത്യത്തിന്റെ സ്വാധീനം എന്ന വിഷയത്തിൽ PhD എടുത്ത ഡോക്ടർ മുഹമ്മദ് ബഷീർ അദ്ദേഹം പറയുന്നു, വൈക്കം മുഹമ്മദ് ബഷീർ ഖുർആനിൽ നിന്ന് എടുത്താണ്. നൂറുൻ അലാ നൂർ, വെളിച്ചത്തിന്റെ മേൽ വെളിച്ചം. അത് ഖുർആൻ മാത്രം ആ സാഹിത്യം പറഞ്ഞിട്ടുള്ളൂ.
ആകാശത്തുകൂടി പോകുന്ന വിമാനം ഖുർആൻ കണ്ടിട്ട് കണ്ടുപിടിച്ചാണ്. ഇന്ന് അവകാശവാദമല്ല. ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നീട് ഒരിക്കൽ പറയാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇപ്പൊ തന്നെ എന്നോട് എല്ലാവരും പറഞ്ഞേക്കണം മുമ്പായിരിക്കും നിർത്തണമെന്നാണ്. അപ്പൊ 3 അനുഭവമാണ് ഈ ഖബർ. ഇതേപോലെ ലോകത്തിന്നേ വരെ ഉണ്ടോ ഇല്ലയോ എന്ന് തീർച്ച പറയാൻ കഴിയാത്ത അറ്റ്ലാന്റിസ്, ഹിമാലയൻ പർവ്വതത്തിന്റെ മുകളിൽ താമസിക്കുന്ന അപൂർവ ജീവികൾ, ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും ഭ്രമിപ്പിക്കുന്ന ദക്ഷിണാഫ്രിക്കയിൽ എവിടെയോ ഉണ്ട് എന്ന് പറയുന്ന സ്വർണത്തിന്റെ മരുഭൂമി, ഇതേവരെ കണ്ടെത്താൻ കഴിയില്ല. സാധനമുണ്ട്. ദക്ഷിണാഫ്രിക്കയുടെ ഏതോ ഭാഗത്ത് സ്വർണത്തിന്റെ മരുഭൂമിയുണ്ട്. മണൽത്തരി മുഴുവൻ സ്വർണമാണ്. അലുക്കാസുകാർ കണ്ടിരുന്ന അവിടെ ജുവലറി ഇട്ടേന്. ഇതേവരെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. പക്ഷെ ഉണ്ട് സാധനം. അങ്ങനെ എത്രയെത്ര രഹസ്യങ്ങൾ ദുനിയാവി കിടക്കുന്നു. അപ്പൊ പിന്നെ മണ്ണിന്റെ അടിയിൽ കിടക്കുന്ന രഹസ്യം നമ്മൾ പറയാതിരിക്കണോ? ഏതായാലും നമ്മൾ ഒരു ദിവസം മരിച്ച് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഖബറിലേക്ക് കൊണ്ടുപോകും. ഖബറിലേക്ക് കൊണ്ടുപോയി വെച്ചാൽ ലോകത്ത് നാം എല്ലാവരും ഒരു ദിവസം ഒരു യാത്ര ചെയ്യും. ഒടുക്കത്തെ യാത്ര, അവസാനത്തെ യാത്ര. ഇതേവരെ സ്വന്തമായി നടന്ന നിന്നെ 4 പേരുടെ തോളിലേറ്റി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ് ദിക്ർ ചൊല്ലി കല്ലൂര് പള്ളിയുടെ മുമ്പിൽ കൊണ്ടുവരും. ഇല്ലേ? ദുനിയാവിൽ ആരും നോക്കാത്തവരാണെങ്കിലും ഞാൻ ബർസഖിലോട്ട് കടന്നു പോവാണ്. അപ്പൊ നമ്മൾ തീരുമാനിച്ചോണം, അല്ലാഹുവേ ഇനി പറയാൻ പോകുന്ന രഹസ്യങ്ങൾ ഞാൻ അംഗീകരിക്കാതിരിക്കാനുള്ള. കാരണം എനിക്കറിയാൻ പാടാത്ത പലതും ദുനിയാവിൽ തന്നെ ഉണ്ടെന്നുള്ള ഓർമ്മയോടുകൂടി വേണം ഇനി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കാൻ. എന്താണത്? ഈ ഭൂമിയിൽ നിന്ന് വിട പറഞ്ഞു പോകുന്ന നാം 4 പേരുടെ തോളിലേറി മരണത്തിന്റെ അടിമയായി ഈ മരണത്തോട് മല്ലടിച്ച് കഴിയുന്ന നാം മരണത്തോടെ വിട പറഞ്ഞ് 4 പേരുടെ തോളിലേറി നിന്നെ കൊണ്ടുപോവുകയാണ്. തൽബിയത്ത് ചൊല്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. സന്തൂക്ക് കട്ടിലേറി നാം വരികയാണ്. റോഡിലൂടെ പോകുന്ന സമയത്ത് നടന്ന് നടന്ന് ഓരോരുത്തരുടെ ചുമലുമാറി ക്യാഹെ ദസ്തൂർ ദുനിയാ ഖദാറെ മർന ദംദക്കി സീനെ ന പൂച്ചാ ബഅദ മരനെ കോ മയ്യത്ത് കോ മേരി ലോഗ് സർ പേ ഉഡായേ ഹുയേ തേ. ഇത്രയും നാൾ എന്നെ തിരിഞ്ഞു നോക്കാത്തവന് എന്നെ തോളിലെടുത്ത് വെച്ചുകൊണ്ട് നടന്നു പോവുകയാണ്. നടന്നവൻ പള്ളി മുമ്പിലെത്തി. എല്ലാവരും നിന്റെ പുറകിൽ വെച്ച് 2 റക്അത്ത് നിന്റെ പുറകിൽ നിന്ന് നമസ്കരിക്കും. അവസാനം എല്ലാവരും കൂടെ കൂടിയെടുത്തിട്ട് കല്ലൂർ പള്ളിയുടെ ജുമാ പള്ളിയുടെ ഖബർസ്ഥാനിലേക്ക് കൊണ്ടുവന്ന് നിന്നെ വെച്ച് കഴിയുമ്പോ സഹോദരങ്ങളെ, എങ്ങനെയാണെങ്കിലും ഒരു ദിവസം നടന്നേ പറ്റുകയുള്ളൂ, ഒരു ദിവസം വന്നേ പറ്റുകയുള്ളൂ. അതറിയണമെങ്കിൽ ഇൻഷാ അല്ലാഹ് അടുത്ത വെള്ളിയാഴ്ച കല്ലൂർ ജുമാ മസ്ജിദിൽ വന്നിട്ട് ജുമാ നമസ്കാരം കഴിഞ്ഞ് തിരിച്ചിറങ്ങുമ്പോ ഇടത് ഭാഗത്ത് നിൽക്കുന്ന ഖബർസ്ഥാനിലോട്ടൊന്ന് തിരിഞ്ഞു നോക്കണം. അവിടെ നിൽക്കുന്ന ഖബറിന്റെ തലഭാഗത്ത് എത്രയോ മൈലാഞ്ചി ചെടികളാണ് മുളച്ചു നിൽക്കുന്നത്. ഖബറിന്റെ തലഭാഗത്ത് എത്രയോ മൈലാഞ്ചി ചെടികൾ. ഒന്ന് നോക്കുക, നിരന്ന് നിൽക്കുന്ന മണൽക്കാടിലേക്ക് എത്രയോ മൈലാഞ്ചി ചെടികളാണ് ഖബറിന്റെ തലഭാഗത്ത് മുളച്ചു നിൽക്കുന്നത്. ആ മൈലാഞ്ചി ചെടി നിന്നെ നോക്കി ചിരിക്കുന്നത് കാണാം. വെള്ളിയാഴ്ച ജുമാ കഴിഞ്ഞ് കല്ലൂർ ജുമാ മസ്ജിദിൽ നിന്നിറങ്ങുമ്പോ, അല്ലെങ്കിൽ വേങ്ങോട് ജുമാ മസ്ജിദിൽ നിന്നിറങ്ങുമ്പോ പള്ളിപ്പറമ്പിൽ പരന്ന് കിടക്കുന്ന മൈലാഞ്ചി ചെടികൾ നിന്നെ നോക്കി ചിരിക്കുന്നത് കാണാം. മൈലാഞ്ചി ചെടികൾ നിന്നെ നോക്കി പരിഹസിക്കുകയാണ്. ഖബർക്കാട്ടിലെ മൈലാഞ്ചി ചെടിക്ക് പറയാനുള്ള കഥ എന്താണ്? പെങ്ങളെ, കടൽ കടന്നു വന്ന വിദേശ സംസ്കാരത്തിന്റെ കഥ കണ്ടാൽ പോരാ. ഖബറിലേക്ക് കിടക്കുന്ന ഖബർസ്ഥാനിൽ കിടക്കുന്ന മൈലാഞ്ചി ചെടിയുടെ കഥ കേൾക്കണം. ആ കഥയാണ് വല്ലാത്ത കഥ. ഖബറിൽ കിടക്കുന്ന മൈലാഞ്ചി ചെടി നിന്നോട് പറയുന്നത് എന്താ? എടാ, നെഞ്ചും വിരിച്ചുകൊണ്ട് നീ എന്റെ മുമ്പിലൂടെ നടന്നു പോകുന്നുവോ? നീ ഒരിക്കലും ഇവിടെ വന്ന് കിടക്കില്ല എന്ന് നീ ധരിക്കുന്നുവോ? എടാ, നിന്നേക്കാൾ വലിയ കൊലകൊമ്പന്റെ, നിന്നേക്കാൾ വലിയ ലക്ഷാധിപതിയുടെ, നിന്നേക്കാൾ നെഞ്ചും വിരിച്ചുകൊണ്ട് ഇതിലെ നടന്നു പോയവന്റെ തലയ്ക്കുള്ളിലെ വളം വലിച്ചെടുത്തിട്ടാണടാ ഞാനിവിടെ മുളച്ചു നിൽക്കുക. ഖബറിൽ കിടക്കുന്ന മൈലാഞ്ചി ചെടിക്ക് പറയാനുള്ളത് ഈ കഥയാണ്. എത്ര കൊലകൊമ്പന്മാരുടെ തലയ്ക്കുള്ളിലെ തലച്ചോറാണ് ഈ നിൽക്കുന്ന വൃക്ഷത്തിന്റെ പുട്ടി എന്നറിയുമോ? കണ്ണു തുറന്നു നോക്കുക. ഖബറടക്കുമ്പോൾ വലതു ഭാഗത്ത് തലഭാഗത്ത് നാം കുരിച്ചിട്ട മൈലാഞ്ചി ചെടിയുടെ 2 കമ്പുകൾ എങ്ങനെയാണിത് പടർന്ന് പന്തലിച്ചൊരു വൃക്ഷമായത്? എങ്ങനെയാണ് ഇത്ര കാതലുള്ള ഒരു വൃക്ഷമായി മാറിയത്? എത്ര കൊലകൊമ്പന്മാരുടെ തലച്ചോറിലെ വളമാണെന്നറിയുമോ? നാളെ നീയും ഇതേപോലെ വന്നിവിടെ കിടക്കും. നിന്റെ തലച്ചോറിലെ വളം ഞാൻ വലിച്ചെടുക്കുമടാന്ന് ഇപ്പോൾ ഇരിക്കുന്ന ഈ മരങ്ങൾ പോലും നമ്മളോട് പറയുമ്പോ, ദുനിയാക്കയെ മുസാഫിർ
फकीर मंजिल तेरी कब्र है दुनिया में कई सरगना लाखों करोड़ आए बाकी रहा न कोई मिट्टी से सो रही है ഏ ദുനിയാവിലെ യാത്രക്കാരാ നടന്ന് 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 നീ വന്നെത്താനുള്ളത് ഇവിടേക്കാണ് നീ ഓരോ കാലടി മുന്നോട്ട് വെക്കുമ്പോഴും അത് നിന്റെ കബറിലേക്കുള്ള വരവാണെന്ന് പറഞ്ഞ പോലെ നടന്ന് 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 നമ്മൾ കബറിലെത്തിച്ചേർന്നിടും നാള് കൊഴിയും തോറും നമ്മുടെ ആയുസെണ്ണം കുറഞ്ഞിടും ഓരോ നാള് കൊടിയുമ്പോ ആയുസ് കുറയുകയാണ് ഒരു കാല് മുന്നോട്ട് വെക്കുമ്പോ ആയുസ്സിൽ നിന്ന് ഒരടി കുറയുകയാണ് നീ കബറിലേക്ക് വരേണ്ടവനാണ് ഇവിടേക്ക് വരേണ്ടവനാണ് എല്ലാവരും വന്ന് കിടക്കേണ്ട കബറാണ് ഒരു ദിവസം ഈ ശരീരം കൊണ്ടുപോയി ഈ മണ്ണിലോട്ട് ചേർത്ത് വെക്കുമ്പോ മണ്ണാൽ തുടങ്ങിയവനെ മണ്ണിൽ പോയി ഒടുങ്ങുക നീ മണ്ണിൽ തുടങ്ങിയവനാണ് നീ മണ്ണിൽ പോയി ഒടുങ്ങേണ്ടവനാണ് ഒരു ദിവസം എല്ലാവരും കൂടി ഈ ശരീരം എടുത്തിട്ട് 6 അടി മണ്ണെന്ന് പറയുന്ന ആലമുൽ ബർസഖ് എന്ന 4ാമത്തെ ഘട്ടത്തിലേക്ക് ശരീരം എടുത്തിട്ട് കബറിന്റെ മുകൾ ഭാഗത്ത് ആളുകൾ നിരന്ന് നിൽക്കും ഈ ശരീരം എടുത്തിട്ട് കബറിന്റെ ഉള്ളിലേക്ക് നിന്റെ 4ാമത്തെ ലോകമാണ് 4ാമത്തെ ലോകം വളരെ കുടുസാണ് സഹോദരങ്ങളെ കൈ നീട്ടാനിടമില്ല കാല് നീട്ടാനിടമില്ല കൈ പൊക്കിയാലും മുകളിൽ നിന്ന് മണ്ടിട്ടയിൽ കിടക്കുന്ന 6 അടി മാത്രമുള്ള ഒരു ചെറിയ ലോകമാണ് 4ാമത്തെ ലോകം നിന്റെ ജീവിതത്തിന്റെ ഏറ്റവും കുടുസായ ലോകമാണ് നിന്റെ ശരീരമെടുത്ത് മണ്ണിലോട്ട് വെക്കുമ്പോ ആദരവായ റസൂലുള്ളാഹി പറയുന്ന ഇമാം അഹ്മദ് ഉദ്ധരിക്കുന്ന ഹദീസാണ് നിന്റെ 4ാമത്തെ ലോകത്തില് കൊണ്ട് കയ്യത്തെടുത്ത് മണ്ണിലോട്ട് വെക്കുമ്പോ ആ കബറിലുണ്ടാകുന്ന ഒന്നാമത്തെ അനുഭവം ആദരവായ പ്രവാചകൻ പറയുന്നു ആ കബർ മനുഷ്യനെ കെട്ടിപ്പിടിക്കുമെന്ന് നബി മുഹമ്മദ് റസൂലുള്ളാഹ് 4ാമത്തെ ലോകത്ത് നടക്കാൻ പോവാൻ ഈ രഹസ്യം കേട്ടോളീൻ മയ്യത്തെടുത്ത് വെച്ചാൽ ഒരു കബറിലേക്ക് വെച്ചാൽ 3 അനുഭവമാണ് ഒന്നാമത്തെ അനുഭവം ഏതാ നമ്മുടെ സാധാരണ നമ്മുടെ വീട്ടിൽ ഒരു അതിഥി വന്നാല് നമ്മൾ അതിഥിയെ സ്വീകരിക്കും എങ്ങനെയാ സ്വീകരിക്കുന്നത് ചില ആളുകൾ മുസാഫഹത്ത് ചെയ്യും ചില ആളുകൾ ക്ഷയിക്കാണ്ട് കൊടുക്കും ചില ആളുകൾ അറബികളൊക്കെയാണ് ഇങ്ങനെ കെട്ടിപ്പിടിക്കും ഒരു കെട്ടിപ്പിടുത്തമാണ് നമ്മളൊക്കെ ആദ്യമായിട്ട് അറേബ്യയിൽ ചെന്നിറങ്ങുമ്പോൾ അറബികളുടെ യഥോചിത സംസ്കാരം അറേബ്യൻ സംസ്കാരം എന്താ അവനെ കെട്ടി അങ്ങ് പിടിക്കും ഇല്ലേ അബ്ദുള്ള ആ കെട്ടിപ്പിടിക്കണാണ് 4 വർഷം കഴിയുമ്പോൾ അറബി എത്തിങ്ങാനേലും അവൻ നാട്ടിൽ അപ്പോ ഓരോരുത്തരും അതിഥി വരുമ്പോ ആതിഥേയന് ഒരു സംസ്കാരമുണ്ട് ദക്ഷിണാഫ്രിക്കയില് മോങ്കോള എന്ന് പറയുന്ന ഒരു ചെറിയ ഗ്രാമമുണ്ട് അവിടെ അതിഥിയെ സ്വീകരിക്കുന്ന എങ്ങനെയാണെന്നറിയാവോ ആരും ആ സ്ഥലത്തേക്ക് പോവരുത് അവിടെ അതിഥിയെ സ്വീകരിക്കുന്നത് വരുന്ന അതിഥി വീടിന്റെ സ്റ്റെപ്പ് ഉണ്ടല്ലോ ആ സ്റ്റെപ്പിന്റെ മുമ്പിൽ ഇങ്ങനെ കവിഴ്ന്ന് കിടക്കണം വീട്ടുകാരൻ 3 പ്രാവശ്യം അവനെ ചവിട്ടി അകത്ത് കയറും വെളിയിലിറങ്ങും വീണ്ടും അകത്ത് കയറും വീണ്ടും വെളിയിലിറങ്ങും ദക്ഷിണാഫ്രിക്കയിലെ മൊങ്കോള എന്ന് പറയുന്ന ഗ്രാമത്തിൽ ആതിഥേയ സൽക്കാരമാണ് അതുകൊണ്ട് ആ ഭാഗത്തേക്ക് മാത്രം ആരും വിസ എടുക്കണം അങ്ങനെ ഓരോ വിചിത്രമായ ചില ഭാവ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും ഇച്ചിരി തടിയുള്ളവനാ 3 പ്രാവശ്യം കയറി ഇറങ്ങി നമ്മൾ നാശനവേ ലോറി കയറിയ തവളമാരിയാവും 3 പ്രാവശ്യം കഴിഞ്ഞ് പിന്നെ ഒന്നും തിന്നാനൊന്നും ഉണ്ടാവില്ല നല്ല തടിയുള്ളവരാണെങ്കിലേ ഈ റെയിൽവേ സ്റ്റേഷനിലൊക്കെ 1 രൂപ ഇട്ടാൽ വെയിറ്റ് എഴുതി പറഞ്ഞ യന്ത്രം ഉണ്ടല്ലോ ഭയങ്കര തടിയുള്ള ഒരാൾ അതിനകത്ത് കയറിയിട്ട് 1 രൂപ ഇട്ട് കൊടുത്തു അപ്പോൾ ഒരു വലിയ പേപ്പർ നിറച്ചെഴുതി വന്നു അവൻ വിചാരിച്ച് പടച്ചോനെ എനിക്ക് ഇത്രയും വെയിറ്റ് വലിയ പേപ്പർ നിറച്ചെഴുതി വിടാൻ അപ്പോൾ അതിനകത്ത് എഴുതി വയ്ക്കുന്ന അമിത ഭാരം കയറ്റി യന്ത്രം കേടാക്കരുത് പ്ലീസ് ദയവായി താഴെ ഇറങ്ങാൻ അത്രയും വെയിറ്റുള്ള ഒരാളാണ് കയറി ഇറങ്ങിയെങ്കിൽ അതോടെ പോയി ഖബർ നമ്മുടെ വീടാണ് അല്ലേ ഖബർ എന്ന് പറയുന്ന വീട്ടിലോട്ട് പോകുമ്പോ അതിഥി നമ്മളാണ് ആതിഥേയൻ ഖബറാണ് ഖബർ എങ്ങനെയായിരിക്കും സ്വീകരിക്കുക അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു
ആ ഖബറൊരു കെട്ടിപ്പിടിക്കലങ്ങ് കെട്ടിപ്പിടിക്കും. തന്റെ അടുക്കലേക്ക് തന്റെ അതിഥി വരുമ്പോ ആതിഥേയനായ ഖബർ ആലമുൽ ബർസഖ് എന്ന് പറയുന്ന 4ാമത്തെ ലോകത്തിലെ 1ാമത്തെ അനുഭവം. ആ ഖബർ വരുന്ന മനുഷ്യൻ ഒരൊറ്റ കെട്ടിപ്പിടുത്തം അങ്ങ് കെട്ടിപ്പിടിക്കും. ഇതാര് പറഞ്ഞതാണ്? അള്ളാന്റെ റസൂല് പറയുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് സൈനബ് റളിയല്ലാഹു അൻഹ വഫാത്തായി. അള്ളാന്റെ റസൂല് സൈനബ് റളിയല്ലാഹു അൻഹയുടെ മയ്യത്തുമായി അള്ളാന്റെ റസൂല പൊന്നുമോളുടെ മയ്യത്തെടുത്ത് ഖബറിലോട്ട് വെച്ച് കഴിയുമ്പോ അള്ളാന്റെ റസൂലിന്റെ മുഖം വല്ലാതെ വിവർണമായി. റസൂലുള്ളാഹിയുടെ കണ്ണുകൾ സജലങ്ങളായി. റസൂലുള്ളാഹിന്റെ കവിൾത്തടങ്ങളിലൂടെ കണ്ണുനീര് തടം തല്ലി ആർത്തൊടുകാൻ തുടങ്ങി. അള്ളാന്റെ റസൂല് വല്ലാതെ പേടിച്ച് കരയുന്നത് കണ്ടപ്പോ അള്ളാന്റെ റസൂലിനോട് സഹാബത്ത് ചോദിച്ചു, പത്ര നബിയേ, യാ റസൂലല്ലാഹ്, എന്താണ് നബി അങ്ങയുടെ കണ്ണിലൂടെ കണ്ണുനീര് വരുന്നത്? അള്ളാന്റെ റസൂല് പറയുകയാണ്, എന്റെ പൊന്നുമോള് സൈനബ്, ആ സൈനബിന്റെ മയ്യത്തെടുത്ത് ഖബറിലോട്ട് വെച്ച് കഴിഞ്ഞപ്പോ ഖബർ സൈനബിനെ അങ്ങ് വല്ലാടങ്ങ് കെട്ടിപ്പിടിച്ചു കളഞ്ഞു. ഓ ഖബർ ഒരു വല്ലാത്ത ആലിംഗനം അങ്ങ് പുണർന്നു കഴിഞ്ഞു. റസൂലുള്ളാഹി പറയുകയാണ്, ആ ഖബറങ്ങട് കെട്ടിപ്പിടിച്ചപ്പോ സൈനബിന്റെ വാരിയല്ലുകൾ മുഴുവന് കോർന്നു പോകുന്ന രീതിയിൽ ബഹുമാനപ്പെട്ട സൈനബിനെ ഖബറങ്ങ് കെട്ടിപ്പിടിച്ചു. ഫസമിഅ സൗതഹാ മാ ബൈനൽ ഹാതിഖൈൻ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സൈനബിനെ ഖബറങ്ങ് കെട്ടിപ്പിടിച്ചപ്പോ സൈനബിന്റെ വാരിയല്ലുകൾ പരസ്പരം കൂടിയിട്ട് നെഞ്ചിൻ കൂട് തകർന്നു പോയി. വാരിയല്ല് പൊടിയുന്ന ശബ്ദം കിഴക്കു ചക്രവാളത്തിലെയും പടിഞ്ഞാറൻ ചക്രവാളത്തിലെയും സർവ്വ വസ്തുക്കളും ആ സൈനബിന്റെ വാരിയല്ല് പൊടിയുന്ന ശബ്ദം കേട്ടുപോയി. എന്റെ പൊന്നുമോള് സൈനബിന്റെ മയ്യത്തെടുത്ത് ഖബറിലോട്ട് വെച്ചപ്പോ ഖബറിന്റെ സൈനബിനെ കെട്ടിപ്പിടിച്ചപ്പോ അവളുടെ വാരിയല്ല് പൊടിയുന്ന ശബ്ദം ഞാൻ എന്റെ ചെവി കൊണ്ട് കേട്ടു. അത് കേട്ടിട്ടാണ് ഞാൻ കരഞ്ഞു പോയതെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് റസൂലുള്ളാഹ്. എന്റെ സഹോദരങ്ങളെ, ഇനി നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണേ. ആലമുൽ ബർസഖ് എന്ന് പറയുന്ന 6 അടി പോലും ഇല്ലാത്ത നാളെ ഞാൻ നിങ്ങളെ സുനിശ്ചിതമായി കിടക്കുന്ന ആ ഖബറിലോട്ട് കടന്നു ചെന്നാൽ എത്ര വലിയവനാണെങ്കിലും ഖബറൊരു കെട്ടിപ്പിടുത്തം പിടിക്കും. ആ കെട്ടിപ്പിടത്തിൽ നിന്ന് ആരും ഒടിവല്ലെന്ന് നബി മുഹമ്മദ് റസൂലുള്ളാഹ്. എന്റെ ശബ്ദം കേൾക്കാൻ ഇവിടെ തടിച്ചുകൂടിയ കല്ലൂരെ എന്റെ പ്രിയപ്പെട്ട പെങ്ങളോട്, സഹോദരിമാരെ, റസൂലുള്ളാഹിന്റെ മോളുടെ കഥയാണ് ഈ പറയുന്നത്. സാധാരണക്കാരിയല്ല, അഹ്ലു ബൈത്തിൽപ്പെട്ട അള്ളാഹുവിന്റെ റസൂലിന്റെ കുടുംബ പരമ്പരയിൽപ്പെട്ട അള്ളാഹുവിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട പൊന്നുമോളെ ഖബറങ്ങട് കെട്ടിപ്പിടിച്ചപ്പോ വാരിയല്ലുകൾ പൊടിയുന്ന ശബ്ദം കിഴക്ക് ചക്രവാളത്തിന്റെയും പടിഞ്ഞാറൻ ചക്രവാളത്തിലുമുള്ള സർവ്വ വസ്തുക്കളും കേട്ടുപോയി എന്ന് പറയുമ്പോ എന്റെയും നിങ്ങളുടെയും ഒക്കെ അവസ്ഥ എന്താ? അതുകൊണ്ട് എന്റെ സഹോദരിമാരോട് ഞാൻ പറയുകയാണ്, സഹോദരങ്ങളെ, യാ മഅ്ശറൻ നിസാ ഇത്തഖുല്ലാഹ്, അല്ലാഹനെ സൂക്ഷിച്ച് ജീവിക്കണേ. എന്റെ സഹോദരിമാർക്ക് വേണ്ടി ഞാൻ 5 ദിവസം വഅദ് പറഞ്ഞിട്ട് അഹമ്മദ് കബീർ ബാക്കവി 5 ദിവസം വഅദേറ്റിട്ട് ഞങ്ങൾക്ക് വേണ്ടി ഒന്നും പറഞ്ഞില്ല എന്ന പരാതി വേണ്ട. ഒരൊറ്റ കാര്യം ഞാൻ പറയട്ടെ. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ആരെ കൊണ്ടുപോയി ഖബറിലോട്ട് വെച്ചാലും, എത്ര വലിയ തങ്ങളാണെങ്കിലും എത്ര വലിയ ഹാഫിളാണെങ്കിലും ഖബർ കെട്ടിപ്പിടിക്കാതിരിക്കില്ല. ഈ ഖബറിന്റെ കെട്ടിപ്പിടുത്തത്തിൽ നിന്ന് ഇതേവരെ ആരും ഒഴിവായിട്ടില്ല. ഒരേ ഒരാളൊഴികെ ഒരാളെ മാത്രം ഖബർ കെട്ടിപ്പിടുത്തത്തിൽ നിന്ന് ഒഴിവാക്കിയെന്ന് ലോകത്തിതേവരെ കള്ളം പറഞ്ഞിട്ടില്ലാത്ത മുഖ്ബിറെ സാദിഖ് നബി മുഹമ്മദ് റസൂലുള്ളാഹ്. ആര് പോയാലും ഖബർ കെട്ടിപ്പിടിക്കും. ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. സൈനബിന്റെ അവസ്ഥ ഇതാണ്. പിന്നെ നമ്മുടെ കാര്യം പറയണോ? റസൂലുള്ളാഹി പറഞ്ഞു, എല്ലാരെയും ഖബർ ഇങ്ങനെ ഞെരുക്കും, പക്ഷെ ഒരാളൊഴികെ ഒരാളെ മാത്രം ഖബർ വെച്ചിട്ട് ഞെരുക്കില്ല. അതാരാ? ഒരാൾ മാത്രം അതിൽ നിന്ന് ഒഴിവായി. ആരാണത്? റസൂലുള്ളാഹില്ല. റസൂലുള്ളാഹിക്ക് ഒഴിവാണല്ലോ, ഇന്നിപ്പോ അത് പറയേണ്ട കാര്യമില്ലല്ലോ. ഞാൻ തൽക്കാലം നിങ്ങളെ വിടുകയാണ്. എന്റെ സഹോദരിമാർ ഇങ്ങോട്ട് ശ്രദ്ധിക്കും. ഞാൻ 5 ദിവസം വഅദ് വന്നിട്ട് നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞില്ല എന്നുള്ള പരാതി ഉണ്ട്. ഒറ്റ കാര്യം നിങ്ങൾ അത് മാത്രം ജീവിതത്തിൽ ഓർത്താൽ മതി. ഇത്രയേറെ ആളുകൾ ഉണ്ടായിട്ടും അതിൽ നിന്ന് ഒഴിവായത് ഒരു സ്ത്രീയാണ്. ആരാണ് ആ സ്ത്രീ? ഒരേ ഒരു സ്ത്രീക്ക് മാത്രം ഒഴിവാക്കി കൊടുത്തു അള്ളാഹു. ഒരു സ്ത്രീ ഉന്നതിയിലെത്തിയാൽ എവിടം വരെ എത്താമെന്നുള്ളതിന്റെ തെളിവാണിത്. ഒരു സ്ത്രീ, അവൾ സ്ത്രീ ആയാൽ
സഹോദരങ്ങളെ, സ്ത്രീകളുടെ പദവി എന്താണ്? അള്ളാന്റെ റസൂല് ജനിച്ചത് മക്കയിലാണ്. റസൂലുള്ള കബറടക്കപ്പെട്ടതോ മദീനയിലാണ്. റസൂലുള്ളാഹി ഇബ്രാഹിം നബിയാണ് കഅബാലയം പണിതത്. പക്ഷെ ഇബ്രാഹിം നബിയുടെ കബർ കഅബാലയത്തിന്റെ മുമ്പിലാകാൻ അള്ളാഹു തൗഫീഖ് കൊടുത്തില്ല. ഇബ്രാഹിം നബിയുടെ കബറിടം ഫലസ്തീനിലാണ്. കഅബാലയം പണിത ഇബ്രാഹിം നബി. ആ ഇബ്രാഹിം നബിയുടെ കഅബാലയത്ത് മുറ്റത്ത് കിടന്നുറങ്ങിയില്ല, ഫലസ്തീനിലാണ് കിടന്നുറങ്ങിയത്. ലോക മുസ്ലിമീങ്ങൾ 168 കോടി മുസ്ലിമീങ്ങൾ നെഞ്ച് തിരിച്ചു വെച്ചിരിക്കുന്ന കഅബാലയത്തിന്റെ മുറ്റത്ത് അന്ത്യവിശ്രമം കൊള്ളാൻ അള്ളാഹു ലോകത്ത് ആർക്കെങ്കിലും ഒരു മഹാഭാഗ്യം കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ മഹാഭാഗ്യം വാങ്ങിച്ചത് ഒരു കറുമ്പി പെണ്ണായിരുന്നു. കറുകറുത്ത ഒരു പെണ്ണ്, ബീവി ഹാജർ റളിയല്ലാഹു അൻഹ. വേറെ ആരെയും കബറില്ല കഅബാലയത്തിന്റെ മുറ്റത്ത്. കഅബാലയത്തിന്റെ മുറ്റത്ത് കബറടക്കപ്പെട്ടത് ഒരു സ്ത്രീയാണ്. ഒരു സ്ത്രീ എന്ന് മാത്രമല്ല, ഒരു കറുകറുത്ത അമേലു വർഗത്തിൽപ്പെട്ട അടിമപ്പെണ്ണ് ബീവി ഹാജർ റളിയല്ലാഹു അൻഹ. അള്ളാന്റെ റസൂലിന്റെ വഫാത്തിനും അടുത്ത കാലഘട്ടത്തിലെ സഹാബികളുടെ വഫാത്തിനും ശേഷം ഇസ്ലാമിക ലോകത്ത് ഏറ്റവും കൂടുതൽ ഇൽമുണ്ടായിരുന്ന വ്യക്തി ഒരു പെണ്ണായിരുന്നു, ബീവി ആയിഷ റളിയല്ലാഹു അൻഹ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിന്റെ വിശുദ്ധനായ പ്രവാചകൻ പറഞ്ഞു അതിൽ നിന്ന് രക്ഷപ്പെട്ടത് ഒരു പെണ്ണായിരുന്നു. ആരായിരുന്നു ആ പെണ്ണ്? അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ഇല്ലാ ഫാത്തിമ ബിൻത് അസദ് റളിയല്ലാഹു അൻഹാ. ഫാത്തിമ ബിൻത് അസദ് റളിയല്ലാഹു അൻഹയൊഴികെ. ഫാത്തിമ ബിൻത് അസദ് റളിയല്ലാഹു അൻഹയൊഴികെ. ആരാണ് ഒഴിവായത്? റസൂലുള്ളാഹിയുടെ മോള് ഫാത്തിമയല്ല. റസൂലുള്ളാഹിയുടെ മോള് ഫാത്തിമയല്ല, ഫാത്തിമ ബിൻത് അസദ് റളിയല്ലാഹു അൻഹാ അള്ളാഹുവിന്റെ റസൂലിന്റെ പോറ്റുമ്മയാണ്. അലി റളിയല്ലാഹു അൻഹുവിന്റെ മാതാവാണ്. അബൂ താലിബിന്റെ ഭാര്യയായ അലി റളിയല്ലാഹു അൻഹുവിന്റെ മാതാവായ ഫാത്തിമ ബിൻത് അസദ് റളിയല്ലാഹു അൻഹാ അവര് മാത്രം അതിൽ നിന്ന് രക്ഷപ്പെട്ടു പോയി. ഫാത്തിമ ബിൻത് അസദ് റളിയല്ലാഹു അൻഹയുടെ മയ്യത്ത് സംസ്കരിക്കുമ്പോ അള്ളാഹുവിന്റെ റസൂൽ എല്ലാത്തിനും കൂടെയുണ്ട്. മയ്യത്ത് പൊതിഞ്ഞത് റസൂലുള്ളാഹിയാണ്, മയ്യത്ത് ചുമന്നതും റസൂലുള്ളാഹിയാണ്. എന്തോ ഒരു ഭാഗ്യമാണെന്നറിയുമോ? ജിബ്രീൽ വന്നിരുന്ന ചുമലിൽ കയറി യാത്രയായി ഖബറിലേക്ക് ഫാത്തിമ ബിൻത് അസദ് റളിയല്ലാഹു അൻഹാ. ചില സമയത്ത് റസൂലുള്ളാഹി മയ്യത്തിന്റെ മുമ്പിൽ നടക്കും, ചിലപ്പോൾ പുറകിൽ നടക്കും. കാരണം അള്ളാഹുവിന്റെ റസൂലിന്റെ പോറ്റുമ്മയാണ്. ആമിന ബീവി മരണപ്പെട്ടതിന് ശേഷം അള്ളാഹുവിന്റെ റസൂലിന് എല്ലാ നന്മകളും ചെയ്തു കൊടുത്ത ബഹുമാനപ്പെട്ട ഫാത്തിമ ബിൻത് അസദ് റളിയല്ലാഹു തആല അൻഹാ അള്ളാഹുവിന്റെ റസൂൽ നേരെ ഫാത്തിമ ബിൻത് അസദിന്റെ മയ്യത്തുമായി ഖബർസ്ഥാനിലെത്തി. അവിടെ എത്തിയ റസൂലുള്ളാഹി മയ്യത്ത് ഖബറിന്റെ കരയിൽ വെച്ചു. എല്ലാവരും നോക്കി നിൽക്കുമ്പോ അള്ളാഹുവിന്റെ റസൂൽ ഖബറിലേക്ക് ചാടി ഇറങ്ങി. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇമാം അഹ്മദ് ഉദ്ധരിക്കുന്ന ഹദീസാണ്, അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിലോട്ടിറങ്ങിയ റസൂലുള്ളാഹി അവിടുത്തെ കുപ്പായം അങ്ങ് ഊരി മാറ്റിയപ്പോ റസൂലുള്ളാഹിയുടെ റിസാലത്തിന്റെ സൂര്യനേക്കാൾ ചന്തമുള്ള ശരീരമുണ്ടല്ലോ, ആ ശരീരം വെളിവായി. റസൂലുള്ളാഹിയുടെ കമീസില്ല. അള്ളാഹുവിന്റെ റസൂല് കമീസ് അങ്ങ് ഊരി മാറ്റിയിട്ട് ആ ഖബറിന്റെ അകത്തേക്ക് റസൂലുള്ളാഹി അങ്ങ് നീണ്ടു നിവർന്ന് കിടന്നു. എന്നിട്ട് റസൂലുള്ളാഹി ഖബറിൽ കിടന്നിട്ടങ്ങ് ഉരുളാൻ തുടങ്ങി. ആ ഖബറിൽ കിടന്ന് റസൂലുള്ളാഹി റിസാലത്തിന്റെ ശരീരവുമായിട്ട് ഉരുളാൻ തുടങ്ങി. മദീനത്തിന്റെ മണലാരുണ്യം പോലും കണ്ടുകൊണ്ട് നാണം കുടുങ്ങി നിന്ന റസൂലുള്ളാഹിയുടെ റിസാലത്തിന്റെ തൂവെളിച്ചം, റസീനത്തിന്റെ ഈത്തപ്പന മരങ്ങൾ പോലും തടലിട്ട് കൊടുത്ത റസൂലുള്ളാഹിയുടെ റിസാലത്തിന്റെ പൂശരീരം ആ മണ്ണിലോടങ്ങ് ചേർന്ന് കഴിയുമ്പോ ഫാത്തിമ ബിൻത് അസദിന്റെ മയ്യത്ത് കരയിലിരിക്കുകയാണ്. അവിടെ മലർന്നു കിടന്നുകൊണ്ട് റസൂലുള്ളാഹി ആകാശത്തേക്ക് കൈകൾ ഉയർത്തി. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്തു അത്രേ, അല്ലാഹുവേ 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 അല്ലാഹുമ്മ ഗ്ഫിർ ലി ഉമ്മീ